അലൈക്കും വറഹ്മത്തുള്ളാഹി. നിസ്സംഗതയുടെ ഈ ലോകത്ത് ഇനിയും ബാക്കിയുണ്ട് തിളക്കുന്ന യൗവനത്തിൻ്റെ ചോരത്തുടിപ്പുകൾ. അധികാരത്തിൻ്റെ മോഹവലയത്തിൽ പെട്ടുപോയവരെ ശബ്ദമുയർത്തുവാൻ ഇവിടെ വിദ്യാർത്ഥി പ്രതിപക്ഷമുണ്ട്. കവിത തിരുത്ത്. മുഷ്ടി ചുരുട്ടിയ കൈകൾ വീണ്ടും വാനിൽ ഉയർന്നിരിക്കുന്നു. കേട്ടു മറന്ന മുദ്രാവാക്യങ്ങൾ തീയായി പടർന്നിരിക്കുന്നു. ഞങ്ങൾ ഉണർന്നിരിക്കുന്നു, രാജ്യമേ ഉത്ബുദ്ധരായിരിക്കുന്നു. ഇനിയും പൊറുക്കില്ല നടനങ്ങൾ, നുണകൾ കേട്ടു മടുത്തിരിക്കുന്നു. ഞങ്ങൾ ഉണർന്നിരിക്കുന്നു, രാജ്യമേ ഉത്ബുദ്ധരായിരിക്കുന്നു. ഇനിയും പൊറുക്കില്ല നടനങ്ങൾ, നുണകൾ കേട്ടു മടുത്തിരിക്കുന്നു. തെരുവുകളിലേക്കൊന്നു നോക്കൂ, തെരുവുകളിലേക്കൊന്നു നോക്കൂ. അലറും ചെറുന പിടക്കുന്ന നോക്കൂ. തുറിക്കുന്ന കണ്ണുകൾക്കുള്ളിൽ മുരയുന്ന ഊർജത്തിളക്കത്തെ നോക്കൂ. തലയിൽ തിളക്കുന്ന മാറ്റത്തിൻ ചിന്തകൾ അഗ്നിയായി കത്തുന്ന നോക്കൂ. തെരുവുകളിലേക്കൊന്നു നോക്കൂ. ഞങ്ങൾ അറിയുന്നു അധികാരി വർഗമേ, ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ അറിയുന്നു അധികാരി വർഗമേ, ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇതുവരെയും നിങ്ങളാടിയതെല്ലാം നാടകമായിരുന്നു. ഇതുവരെയും നിങ്ങൾ പാടിയതെല്ലാം കള്ളങ്ങളായിരുന്നു. ഉണർന്നിരിക്കുന്നുണ്ടിവിടെ വിദ്യാർത്ഥി പ്രതിപക്ഷമുന്മേഷമോടെ. ഉണർന്നിരിക്കുന്നുണ്ടിവിടെ വിദ്യാർത്ഥി പ്രതിപക്ഷമുന്മേഷമോടെ. കരുതിയിരിക്കുക ചെന്നായ്ക്കളെ നിങ്ങൾ ഉരുകുന്ന ജാഗ്രതയോടെ. കരുതിയിരിക്കുക ചെന്നായ്ക്കളെ നിങ്ങൾ ഉരുകുന്ന ജാഗ്രതയോടെ. അന്ത്യമടുത്തിരിക്കുന്നു, അരമനയിൽ ഭീതി നിറഞ്ഞിരിക്കുന്നു. അന്ത്യമടുത്തിരിക്കുന്നു, അരമനയിൽ ഭീതി നിറഞ്ഞിരിക്കുന്നു. നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു, കിരീടങ്ങൾ ഊർന്നു വീഴുന്നു. കിരീടങ്ങൾ ഊർന്നു വീഴുന്നു. പ്രതിഷേധമാണെൻ്റെ പ്രണയം, പ്രതിരോധമാണെൻ്റെ പഠനം. പ്രതിഷേധമാണെൻ്റെ പ്രണയം, പ്രതിരോധമാണെൻ്റെ പഠനം. പുസ്തക ഭാണ്ഡങ്ങൾ തോളിലേറ്റി ഞങ്ങൾ ഇനിയും പുറത്തേക്ക് പാഞ്ഞു വരും. കാട്ടുകടന്നലുകൾ പോലെ ഞങ്ങളി കൂടിളക്കി കാടിളക്കി വരും. പുസ്തക ഭാണ്ഡങ്ങൾ തോളിലേറ്റി ഞങ്ങൾ ഇനിയും പുറത്തേക്ക് പാഞ്ഞു വരും. കാട്ടുകടന്നലുകൾ പോലെ ഞങ്ങളി കൂടിളക്കി കാടിളക്കി വരും. അക്ഷരങ്ങൾ മാരകായുധമാവും, പേനകളോ കുന്തമുനകളായിടും. സത്യം പറയുന്ന ഞങ്ങളുടെ നാവുകൾ നിങ്ങൾക്കു നേരെ നിറയൊഴിക്കും. സത്യം പറയുന്ന ഞങ്ങളുടെ നാവുകൾ നിങ്ങൾക്കു നേരെ നിറയൊഴിക്കും. സഫലമായെൻ്റെ വിദ്യാർത്ഥിത്വം, സാർത്ഥകമായും തിളക്കുന്ന യൗവനം. സഫലമായെൻ്റെ വിദ്യാർത്ഥിത്വം, സാർത്ഥകമായും തിളക്കുന്ന യൗവനം. ഞങ്ങളെ നിങ്ങൾ അടച്ച ജയിലിൻ്റെ ചുവരിൽ ചായങ്ങൾ തേക്കും. ഒടുവിൽ ഞങ്ങളുടെ കുത്തിവരയോരോന്നുമുള്ളാല നിങ്ങൾ ഭയക്കും. അണിചേർന്നു ഞങ്ങൾ നവഫാഷിസത്തിൻ്റെ വായടക്കും പാട്ട് പാടും. നിരയായി നിങ്ങൾ വെടിവച്ചു കൊള്ളുക, പിന്നോട്ട് പോവില്ലൊരടിയും. അണിചേർന്നു ഞങ്ങൾ നവഫാഷിസത്തിൻ്റെ വായടക്കും പാട്ട് പാടും.
വെച്ചു കൊള്ളുക, പിന്നോട്ട് പോവില്ലൊരടിയും, പിന്നോട്ട് പോവില്ലൊരടിയും. വിശ്രമമല്ലെൻ്റെ ലക്ഷ്യം, വിശ്വാസമാണെൻ്റെ ഊർജം. വിശ്രമമല്ലെൻ്റെ ലക്ഷ്യം, വിശ്വാസമാണെൻ്റെ ഊർജം. രോഹിത്ത് യാത്രയായി, നജീബിനെ നിങ്ങളെങ്ങോ കൊണ്ടുപോയി. രോഹിത്ത് യാത്രയായി, നജീബിനെ നിങ്ങളെങ്ങോ കൊണ്ടുപോയി. കരുതേണ്ട നിങ്ങളി തലമുറ നശിച്ചുവെന്ന്, കരുതേണ്ട നിങ്ങൾ പുകിലുകളൊടുങ്ങിയെന്ന്. ഇനിയും ഉയർത്തെഴുന്നേറ്റു വരും 1000 രോഹിത്തുമാർ, 10,000 നജീബുമാർ. ഇനിയും ഉയർത്തെഴുന്നേറ്റു വരും 1000 രോഹിത്തുമാർ, 10,000 നജീബുമാർ. ലോകമേ ഇനിയും കരയരുത്, കാലമേ ഇനിയും തളരരുത്. ലോകമേ ഇനിയും കരയരുത്, കാലമേ ഇനിയും തളരരുത്. ഇനിയുമൊരു പൂമരം പൂക്കും, ഇനിയുമൊരു കിളിപ്പാട്ട് പാടും. ഇനിയുമൊരു പൂമരം പൂക്കും, ഇനിയുമൊരു കിളിപ്പാട്ട് പാടും. ഇനിയും നമ്മൾ കണ്ണുകൾ കൊണ്ട് ചിരിക്കും, കണ്ണുകൾ കൊണ്ട് ചിരിക്കും. ശുക്രൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. ബഹുമാന്യരായ ഭാരവാഹികളെ, സദസ്സിലെ എൻ്റെ പ്രിയ അനുജത്തിമാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമേ ഗൾഫ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളയുടെ എല്ലാവിധ വിപ്ലവ അഭിവാദ്യങ്ങളും നിങ്ങളിൽ ഏവരിലും നേരുകയാണ്. 1984 ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനയായി GIO കേരളത്തിൽ രൂപീകരിച്ചപ്പോൾ അതിനുശേഷം 32 വർഷക്കാലമായി കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ, കേരളീയ സമൂഹത്തിൽ മുസ്ലിം പെൺകുട്ടികൾക്കുള്ള ഇടമായി, ഇസ്ലാമിൻ്റെ സ്ത്രീ പ്രതിനിധാനമായി GIO കേരള പ്രവർത്തിച്ചു വരികയാണ്. അതിന് ഊടും കരുത്തും ഊർജവും സമയവും ആരോഗ്യവും ഒക്കെയും നൽകി അതിനെ വളർത്തുകയും ആ സംഘടനയിലും പ്രസ്ഥാനത്തിൻ്റെയും വിഷയത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന അണികളാണ് ഇവിടെ കൂടിയിരിക്കുന്നവർ. അതല്ല എങ്കിൽ അതിൻ്റെ ആദർശ ആശയങ്ങളെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചവരാണ് ഈ ഇരിക്കുന്ന സദസ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരത്തെ ഉദ്ഘാടന പ്രഭാഷണത്തിലും അതിനെ തുടർന്ന് മുഖ്യപ്രഭാഷണത്തിലും സൂചിപ്പിച്ചതുപോലെ, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിൽ, ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകമായ ചില കണക്കുകൂട്ടലുകളിൽ എനിക്ക് തോന്നുന്നു മുസ്ലിം സ്ത്രീ എന്നത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പെൺകുട്ടികൾ, മുസ്ലിം സ്ത്രീകൾ എന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് എനിക്ക് ചെയ്യുവാനുള്ളത് എന്ന് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന, എനിക്ക് വല്ലതും ചെയ്യുവാനുണ്ടോ എന്ന് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന, എങ്ങനെയാണ് ഒരു ക്ഷേമ രാഷ്ട്രത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രതിനിധിയായ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന
ഒരു കൂട്ടമാണ് നിങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഹജ്ജത്തുൽ വിദാഇൽ വിടവാങ്ങൽ പ്രസംഗത്തിൽ എന്താണോ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അത്രയും പ്രസക്തമായ ഒന്നും നമ്മൾ ഇന്നേവരെ കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല. നിങ്ങളിൽ ഒരു അറബിയും മറ്റൊരു അനറബിയേക്കാളും യാതൊരു പ്രാധാന്യവും അർഹിക്കുന്നില്ല എന്നത്, ഒരു വെളുത്തവനും ഒരു കറുത്തവനേക്കാൾ യാതൊരു പ്രാധാന്യവും അർഹിക്കുന്നില്ല എന്നത്, അടിമയാണോ ഉടമയാണോ വലത് എന്നുള്ള ഒരു തർക്കത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്നത്, നിങ്ങളിൽ ആർക്കും അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേക പദവിയോ പ്രാധാന്യവുമില്ല, ഇല്ലാ ബി തഖ്വ. നിങ്ങളിൽ ഏത് മനുഷ്യനാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് സ്വന്തം ജീവിതത്തിൽ നിഷ്കർഷത പാലിച്ച് ജീവിക്കുന്നവർ ഒഴികെ എന്നതാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് നൽകിയ സന്ദേശം. ഇതല്ലാത്ത ഒന്നിനെ നിങ്ങളിൽ ആരാണോ കർമ്മം കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കർമ്മം കൊണ്ട് ആരാണോ അള്ളാഹുവിന്റെ അടുക്കൽ മഹാനായിട്ടുള്ളത്, അവനാണ് ഈ ലോകത്തിലും പരലോകത്തിലും മഹാൻ എന്ന വാക്യമാണ് യഥാർത്ഥത്തിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ ഉയർന്നു കേട്ടിട്ടുള്ള വാക്കുകളിൽ പ്രധാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിമ എന്നത്, കീഴ്ജാതി എന്നത്, താഴ്ന്ന ജാതി എന്നത്, സവർണൻ എന്നത്, മേൽക്കോയ്മയിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്ന നിലയിൽ താനാണ് തറവാട്ട് മഹിമയിൽ ഉന്നതനായിരിക്കുന്നത്, ഞാനാണ് സമ്പത്തിന്റെ കാര്യത്തിൽ ഉന്നതനായിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നീ കീഴാളനാണ് എന്നും ഞാൻ മേൽജാതിയിൽപ്പെട്ടവനാണ്, അതുകൊണ്ട് ഞാൻ ഏത് ആശയം ആദർശവുമാണോ വിശ്വസിക്കുന്നത് അത് വിശ്വസിക്കുകയും അതിനെ പിൻപറ്റുകയും ചെയ്യുക എന്നത് നിന്റെ ബാധ്യതയാണെന്ന് പറയുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിൽ, ഇത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്റെ ശിരോവസ്ത്രം നീ ഊരി കയ്യിൽ പിടിക്കുക. മുസ്ലിം സ്ത്രീയാണെന്ന പേരിൽ നീ എന്നും തലകുനിച്ചു നടക്കുക. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശിരോവസ്ത്രത്തിന് അനുമതിയില്ല എന്ന് പറയുക. ഞാൻ നിന്നെ മൂന്നും ചൊല്ലി എന്ന് ഒറ്റവാക്കിൽ ഒരു വാട്സപ്പ് മെസ്സേജോ ഫേസ്ബുക്ക് മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഫോൺ വഴിയുള്ള ഒരു മെസ്സേജോ ഒരു ഫോൺ കോളോ മതി. നീയുമായി ഇത്ര ദിവസവും വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് നിന്റെ ദമ്പതിയായി, നിന്റെ ഇണയായി, നിന്റെ നല്ല പാതിയായി കഴിഞ്ഞ മനുഷ്യൻ നിന്നിൽ നിന്നും വേർപെടുവാൻ. അതുകൊണ്ട് ലിംഗനീതി എന്നതും ലിംഗപദവി എന്നതും സമത്വം എന്നതും ഇസ്ലാമിൽ അനുവദിച്ചിട്ടില്ല എന്ന് പറയുക. അതുകൊണ്ട് നമുക്കൊരു രാഷ്ട്രത്തെക്കുറിച്ച് സംസാരിക്കാം, ഒരു ദേശത്തെക്കുറിച്ച്, ഒരൊറ്റ സംസ്കാരത്തെക്കുറിച്ച്, ഒരൊറ്റ ആശയ ആദർശത്തെക്കുറിച്ച് സംസാരിക്കാം. അവിടെ സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ലിംഗപദവിയുണ്ട്, ലിംഗസമത്വമുണ്ട് എന്ന് പറയുക. മുസ്ലിം സ്ത്രീയുടെ മുത്തലാഖിന്റെ വിഷയത്തിൽ നിങ്ങൾ രാഷ്ട്രീയം കാണരുത് എന്ന് പറയുക. നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാന്യനായ നരേന്ദ്രമോദിയാണ് പറഞ്ഞത്, മുത്തലാഖിന്റെ വിഷയത്തിൽ നിങ്ങൾ രാഷ്ട്രീയം കാണരുത്, കാരണം അതിന്റെ പേരിൽ അനീതിക്ക് പാത്രമായി കൊണ്ടിരിക്കുന്ന, അവഹേളനത്തിന് പാത്രമായി കൊണ്ടിരിക്കുന്ന മുസ്ലിം സ്ത്രീകൾക്ക് രക്ഷ ആവശ്യമാണ്. അതിനുള്ള പോംവഴി ഏക സിവിൽ കോഡ് അല്ലെങ്കിൽ ഏകശിലാത്മക രൂപത്തിലുള്ള ഒരു സംസ്കാരവും ഒരു സിവിൽ നിയമവും ഇവിടെ നടപ്പിലാവുക എന്നതാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ തലയിൽ ഒരു മിന്നലാട്ടം ഉണ്ടാവാം. അതാണല്ലോ ശരി. കാരണം ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളും സംവാദങ്ങളും ഒക്കെയും ഇത്തരത്തിൽ മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞാൽ കാലങ്ങളോളം അടിച്ചമർത്തപ്പെട്ട ഒരു കൂട്ടമാണല്ലോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ഒന്നിനേക്ക് പുറത്തു പോയി ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു കളയാമെന്ന ഒരൊറ്റ ദിവസത്തിന്റെ മോഹം കൊണ്ട് ഇവിടെ വന്നവരല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് കാരണം 32 വർഷക്കാലം ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനയായ GIO കേരള, ഈ കേരളത്തിന്റെ മണ്ണിൽ അതിന്റെ സമരമുറകളിലൂടെയും പഠന പ്രവർത്തനങ്ങളിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. 1984 GIO കേരള രൂപീകരിച്ചതിനു ശേഷം
തോന്നുന്നു കേരളത്തിലെ ഒരു സ്ത്രീ സംഘടനകൾക്കും അവകാശപ്പെടാൻ സാധ്യമല്ലാത്ത, ഇന്നും ഇന്ത്യയിൽ തന്നെ 10,000-ഓളം പേർ അണികളായുള്ള ഒരു വനിതാ സംഘടന, പ്രത്യേകിച്ച് ഒരു മുസ്ലിം വനിതാ സംഘടന, ഒരു വനിതാ സംഘടന തന്നെ നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ ഏജ് ഗ്രൂപ്പിനെ കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ഇന്ന് നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം. അൽഹംദുലില്ലാഹ്, ഇസ്ലാമിക പ്രസ്ഥാനത്തിന് അത് സാധിച്ചത് അതിന്റെ പേരിൽ മതപൗരോഹിത്യത്തിന് മുന്നിൽ ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് തന്നെയാണ്. പ്രതിരോധത്തെ എങ്ങനെയാണ് എൻ്റെ പേനയാക്കി തീർക്കേണ്ടത്, എൻ്റെ ആയുധമാക്കി തീർക്കേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ പെൺകുട്ടികളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1984 GIOന്റെ രൂപീകരണത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ആദ്യത്തെ GIOവിന്റെ പ്രഥമ അധ്യക്ഷയായ KK ഫാത്തിമ സുഹറ ടീച്ചറിന്റെ നേതൃത്വത്തിൽ 1986 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരള യാത്ര സംഘടിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, 1986 കേരളത്തിന്റെ സാഹചര്യം എന്താണ് എന്നത്. എന്തായിരുന്നിരിക്കാം ഒരു പെണ്ണ് സംസാരിക്കുന്നത് ഹറാമാണെന്ന് പറയുന്ന ഒരു പൊതുവേദിയിൽ പുരുഷന്മാരിരിക്കുന്ന മത പണ്ഡിതന്മാർ ഇരിക്കുന്ന ഒരു വേദിയിൽ ഇന്നോളം അവർ കൊണ്ടു നടന്ന ഓരോ വനിതാ പ്രതിനിധിക്ക്, അവരുടെ തന്നെ വനിതാ നേതാവിന് സംസാരിക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് പറയുമ്പോൾ, ഇലക്ഷനിൽ മത്സരിക്കുന്നത് ഹറാമൻ 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 എന്ന് 3 തവണ പ്രഖ്യാപിക്കുമ്പോൾ, തന്റെ കുഞ്ഞിന് മുല കൊടുക്കുക എന്ന ഉമ്മയുടെ അധമ്യമായ ആഗ്രഹത്തെ, അവളുടെ സ്നേഹത്തെ, കുഞ്ഞിന്റെ ആവശ്യത്തെ, മനുഷ്യാവകാശത്തെ 5 ബാങ്കുകൾക്ക് ശേഷം മാത്രമേ നിവർത്തിച്ചു കൊടുക്കുവാൻ പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിന്റെ തത്വം, ഇസ്ലാമിന്റെ നിലപാട് എന്ന് പറയുന്ന ഇന്നത്തെ 2016 കേരള സാഹചര്യം നമ്മൾ ഇന്ന് എടുത്തു വെച്ചുകൊണ്ട് GIO ഏത് കാലത്താണ് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സ്ത്രീ പീഡനത്തിന് എതിരെയായിക്കൊണ്ട് കവലകളിൽ തോറും പ്രസംഗിച്ച് അന്നത്തെ ഗവർണറായിരുന്ന P. രാമചന്ദ്രന് ഒരു നിവേദനം സമർപ്പിച്ചത് എന്നത് നമ്മളൊന്ന് ഓർത്തു നോക്കുന്നത്, അതിന്റെ ചരിത്രത്തെ ഇവിടെ അനുസ്മരിക്കുന്നത് നന്നാണെന്ന് തോന്നുന്നു. ശബ്ദം ഹറാമാണെന്ന് പറയുന്ന മതപൗരോഹിത്യത്തിനേറ്റ ഏറ്റവും ആദ്യത്തെ തിരിച്ചടിയായിരുന്നിരിക്കണം 1986 ഈ യാത്ര എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം 1992 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു യാത്രയിൽ PV റഹ്മത്തുന്നിസ ടീച്ചറിന്റെ അധ്യക്ഷതയിൽ ആ സമയത്ത് നേതൃത്വത്തിൽ അവർ ഒരു യാത്ര നടത്തുകയുണ്ടായി. മദ്യമാണ് സകല തിന്മകളുടെയും മാതാവ് എന്ന തലക്കെട്ടിലായിരുന്നു ആ യാത്ര. ഇന്ന് 2012 സൗമ്യവധവുമായി ബന്ധപ്പെട്ട് ഇന്നും നിലനിൽക്കുന്ന, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബലാത്സംഗങ്ങളുടെയും സ്ത്രീ പീഡന കേസുകളിലും മദ്യം എത്രമാത്രം പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നു എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, വർഷങ്ങൾക്ക് മുൻപ് ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനയായ GIO എടുത്ത നിലപാടിന് അതിനെതിരെ ശക്തിയുക്തം നിന്നു എന്നത് തന്നെ മതി. എന്താണ് യഥാർത്ഥത്തിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, അവളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, അവൾ സുരക്ഷിതയായിരിക്കുന്ന ഒരു ലോകത്തെ സ്വപ്നം കാണുന്ന പെൺകൂട്ടത്തിന് എന്താണ് നിലപാട് സ്വീകരിക്കുവാനുള്ളത് മദ്യത്തിന്റെ വിഷയത്തിൽ എന്ന് ചോദിക്കുന്നതിനുള്ള പ്രസക്തി ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും. ഈ അടുത്ത ദിവസം സൗമ്യയുടെ അമ്മയെ അവരുടെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പ്രതിരോധങ്ങൾ ഞങ്ങൾക്ക് ധൈര്യം പകരുന്നുണ്ട്. ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരു കൊലയാളിക്ക് വേണ്ടി BA ആളൂർ എന്ന് പറയുന്ന പ്രമുഖനായ ഒരു ക്രിമിനൽ ലോയറെ നിർത്തുവാൻ ഏതോ ഒരു കൂട്ടർ ഇന്നും തയ്യാറുണ്ട് എന്നത് നമ്മൾ ചിന്തിച്ചാൽ, ഗോവിന്ദച്ചാമിക്ക് വേണ്ടി വാദിക്കുവാൻ ലക്ഷങ്ങൾ തുകയായി ഫീസായി വാങ്ങുന്ന ഒരു പ്രമുഖനായ ക്രിമിനൽ ലോയറെ ആരാണ് നിശ്ചയിച്ചത് എന്ന ചോദ്യത്തിനു മുന്നിൽ നിങ്ങളുടെ പ്രതിരോധം ഞങ്ങളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു, ഞങ്ങൾക്കും ഊർജം പകരുന്നു. ഞങ്ങളുടെ സമരങ്ങൾക്ക്, റെയിൽവേ സ്റ്റേഷനുകളിൽ ഞങ്ങൾ നടത്തിയ മാർച്ചുകൾക്ക്, അവിടെ ഞങ്ങൾ നടത്തിയ ലഘുലേഖ വിതരണങ്ങൾക്ക്, അവിടെ ഞങ്ങൾ നടത്തിയ ഒപ്പുശേഖരണത്തിന്, MP രാഘവൻ MPക്ക് നൽകിയ നിവേദന സമർപ്പണത്തിനൊക്കെയും
നിങ്ങളുടെ പ്രതിരോധം ഇന്നും ഇത്തരത്തിൽ തന്നെ നിലനിൽക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അത് ഇതായിരുന്നു: മോളെ, സ്ത്രീ എത്രമാത്രം ശാക്തീകരണം പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട് എന്നതിനും ഞാൻ വായിക്കാറുണ്ട് എന്നതുകൊണ്ടും പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ മകളെയാണ്. ഞാൻ ഇന്ന് ഒന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, അത് ഇവിടെ പെൺകുഞ്ഞായി ആരും ജനിക്കാതിരിക്കട്ടെ എന്നതാണ്. ഇന്ന് ഇവിടെ നടന്ന കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നടന്ന നിരവധി കേസുകൾ നമുക്ക് മുമ്പിലുണ്ട്. ഷാരി, സൂര്യനെല്ലി, പറവൂര്, സൗമ്യ, ജിഷ. എവിടെയാണ് അവരുടെ ഘാതകരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഇവരിൽ എത്ര പേർക്കാണ് ഈ ഭരണകൂടത്തിന് കൃത്യമായി ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ ഈ ഭരണകൂടത്തിന് സാധിച്ചത്? നിങ്ങളിൽ എത്ര പേരാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഇവിടെ നടക്കുന്ന ബലാത്സംഗത്തിനും ഗാർഹിക പീഡനത്തിനും കാരണമായ 80% വരുന്ന കേസുകൾക്കും കാരണമായ മദ്യത്തിനെതിരെ ശബ്ദിക്കുവാൻ ഇന്നും ഇവിടെയുള്ള ഏത് സ്ത്രീ പ്രസ്ഥാനമാണ് രംഗത്തുള്ളത് എന്ന് ചോദ്യം തീർച്ചയായും GIO നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നു. 1992 മുതൽ ഇന്ന് വരെ നിരന്തരമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് GIO കേരള അത് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. ആരാണ് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളിൽ ഞങ്ങളുടെ ആദർശവും ഞങ്ങളുടെ വിപ്ലവവും ഞങ്ങൾക്ക് നൽകാനെങ്കിൽ ഒരിറ്റെങ്കിലും ഇറക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്യാമ്പസ് രാഷ്ട്രീയത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അതിനെതിരെ ശബ്ദിക്കുവാൻ നിങ്ങളിലെ ചുണക്കുട്ടികളിൽ ആരാണ് തയ്യാർ എന്ന് നിരന്തരമായി സംഘടന ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മുത്തലാഖിന്റെ വിഷയത്തിൽ നമുക്കറിയാം, മേഘ സിവിൽ കോഡുമായി ബന്ധപ്പെട്ടോ നമ്മുടെ ഭരണഘടന പറയുന്ന 44-ാം ആർട്ടിക്കിൾ പ്രകാരം ഒരു ഏക സിവിൽ കോഡ് വരാനുണ്ട്. ഇതാണ് മാർഗനിർദ്ദേശക തത്വം. അങ്ങനെ അതിനുവേണ്ടി പരിശ്രമിക്കണം. പക്ഷേ അതിൽ പറഞ്ഞ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പ്രധാനമായ ഒന്ന്, മനുഷ്യന്റെ ജീവന് തന്നെ ഹാനികരമാകുന്ന മരുന്നുകൾ നിരോധിക്കണം എന്നത്, ലഹരി പാനീയങ്ങൾ, ലഹരി വസ്തുക്കൾ നിരോധിക്കണം എന്ന് പറയുന്ന മാർഗനിർദ്ദേശക തത്വം കാണാതിരിക്കുകയും മുത്തലാഖ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏക സിവിൽ കോഡ്, സിവിൽ നിയമം എന്ന് പറയുന്നതിനെ തോണ്ടിയിടുകയും എടുത്ത് ഉയർത്തുകയും ചെയ്യുന്നതിന് പിന്നിൽ ഇവിടെ ഒരു പുകമറ സൃഷ്ടിക്കുകയാണെന്നത് കൃത്യമായി നമുക്ക് ധാരണയുണ്ട് എന്ന് ഇവിടെയുള്ള ഭരണകർത്താക്കൾ മനസ്സിലാക്കിയാൽ നന്നാകും. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ പ്രമുഖ എഴുത്തുകാരിയായ നന്ദിത മേനോൻ ഒരിക്കൽ അവർ എഴുതുകയുണ്ടായി, നിങ്ങൾ ഇവിടെയുള്ള മുസ്ലിം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ലിംഗനീതിയെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അവർ അവരുടെ വിവാഹ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനീതിയെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ 6-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെങ്കിൽ പ്രവാചകന്റെ കാലഘട്ടത്തിലെ സ്ത്രീകൾ തന്നെ അനുഭവിച്ച ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ കുറിച്ച് നിങ്ങൾ മറക്കുകയാണോ ചെയ്യുന്നത്? 1955-ലാണ് ഹിന്ദു സമുദായത്തിലെ സ്ത്രീകൾക്ക് വിവാഹമോചനം നേടുവാനുള്ള അല്ലെങ്കിൽ വിധവാ വിവാഹത്തിനുള്ള അനന്തരാവകാശത്തിനുള്ള അനുമതി കിട്ടിയത് എങ്കിൽ 1937 തന്നെ, അതിനു മുന്നേ 6-ാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് അനന്തരാവകാശത്തിനുള്ള അനുമതി കിട്ടി എന്നത് തന്നെ ഇസ്ലാം എന്താണ് സ്ത്രീയുമായി ബന്ധപ്പെട്ട് നിലപാട് സ്വീകരിക്കുന്നത് എന്ന് വായിക്കുന്ന യുക്തിയുള്ള ഒരു മനുഷ്യന് മനസ്സിലാകുന്നതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, ഫാഷിസത്തിന്റെ ചിന്ത അത് നമ്മളെ പരിഷ്കരിക്കണമെന്നതാണ്. പ്രധാനമന്ത്രി ബഹുമാന്യനായ നരേന്ദ്രമോദി ഈയടുത്ത് കോഴിക്കോട് വന്നപ്പോൾ അതിന്റെ ഒരു ദേശീയ കൂട്ടായ്മയിൽ, അതിന്റെ ഒരു കമ്മിറ്റിയിൽ, അതിന്റെ പ്രോഗ്രാമിന് വേണ്ടി വന്നപ്പോൾ അദ്ദേഹം കടപ്പുറത്ത് വെച്ച് നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. അത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തരുത്, തിരസ്കരിക്കരുത്, മറിച്ച് അവരെ കൂടെ നിർത്തുകയും പരിഷ്കരിക്കുകയുമാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവരെ തിരസ്കരിക്കുകയല്ല, പരിഷ്കരിച്ച് കൂടെ നിർത്തുകയാണ് വേണ്ടത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഏതെന്നിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നന്നാവും. അത് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്ന, അദ്ദേഹം ആദർശമായി കൊണ്ടു നടക്കുന്ന സംഘപരിവാറിന്റെ അതിന്റെ സ്ഥാപകന്റെ വാക്ക് എന്താണ്, ഹിന്ദു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വാക്ക് എന്ന് നമ്മൾ ഒന്ന് അറിയുന്നത് നന്നാവും. അദ്ദേഹം പറഞ്ഞത് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കളുടെ നാടാണ്, രാഷ്ട്രമാണ്, ഭൂമിയാണ്.
ഹിന്ദു മതവും ഹിന്ദു രാഷ്ട്രവും ഹിന്ദു സംസ്കാരവും അല്ലാത്ത ഹിന്ദു ഭാഷ അല്ലെങ്കിൽ ഞങ്ങൾ സംസ്കാരമായി കൊണ്ടു നടക്കുന്ന ഭാരതീയ സംസ്കാരം ആരാണ് സ്വീകരിക്കാൻ തയ്യാറാവുന്നത് അവരെ മാത്രമേ ഹിന്ദു രാഷ്ട്രത്തിന്റെ ഭാഗമായി നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇവിടെ നിലകൊള്ളുന്ന വ്യത്യസ്ത ഭാഷാ സംസ്കാരത്തെ പുലർത്തി വരുന്ന ആളുകൾ അവരെപ്പോഴാണ് ഈ വിയോജിപ്പ് മാറ്റി ഇതിനോട് പൂർണ്ണമായി ലയിക്കുന്ന സ്വഭാവത്തിലെത്തുന്നത്? അപ്പോൾ മാത്രമാണ് ഹിന്ദു രാഷ്ട്രത്തിന്റെ ഭാഗമായി ഇവരെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതല്ല, അവർ ഇവരുടെ തന്നെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നമുക്കവരെ വിദേശികളായി മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. നജീബിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് JNU ക്യാമ്പസുകളിലേക്ക് പോയ ആളുകൾക്ക് കാണുവാൻ സാധിച്ചത് JNUവിന്റെ ഹോസ്റ്റൽ മുറികളിൽ കോറിയിട്ടിരിക്കുന്ന ABVP പ്രവർത്തകരുടെ ചില കുറിപ്പുകളാണ്. അത് ഇപ്രകാരമാണ്: മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, പാകിസ്ഥാനി മുല്ലകൾ അവരുടെ പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോവുക. ആരാണ് ഇവിടെ വിദേശികളെന്ന ഒരൊറ്റ ശിലാത്മകമായ ഏക സംസ്കാരത്തിനെ ഉൾക്കൊള്ളുന്നവർ മാത്രമാണ് ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രത്തിന്റെ അവകാശികൾ, ഭാരതത്തിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ ആ ഒരു സംസ്കാരത്തെ ആരാണോ സ്വീകരിക്കുന്നത് അവർക്ക് മാത്രമാണ് ഈ ദേശത്തിൽ ജീവിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നതിനെ നമ്മൾ ചില വാക്കുകളോടുകൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. അവിടെയാണ് GIO ഉയർത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയുള്ളത്. അവർക്കിഷ്ടമില്ല, നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ഉദ്ഘാടക പ്രഭാഷണത്തിൽ അവർ പറഞ്ഞതുപോലെ, അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മളുടെ എംപവർമെന്റ്. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതിനെ മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചോദ്യം ചെയ്യാൻ തയ്യാറാവുകയും പ്രതിരോധത്തിന്റെ വലയം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തെ യഥാർത്ഥത്തിൽ അവർ ഭയക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് എവിടെയാണ് എൻ്റെ മകൻ നജീബ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിനു നേരെ പോലീസ് ഭാഷ്യം ഉപയോഗിച്ച് വലിച്ചിഴക്കുവാൻ അവർ തയ്യാറാകുന്നത്. ആ ഒരു ചോദ്യത്തെ അവർ ഭയപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷേ കേരളത്തിന്റെ കലാലയങ്ങളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുവാനും രോഹിത് വിമലയെ പോലെ ദലിത് ന്യൂനപക്ഷത്തിന് വേണ്ടി സംസാരിക്കുവാനും ഇന്ന് സംഘടന തയ്യാറാവുന്നു എന്നത് അത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മാനവികമായ മനുഷ്യന് വേണ്ടി സംസാരിക്കുന്ന, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് നമ്മൾ എന്നതുകൊണ്ട് തന്നെയാണ്. കോഴിക്കോട് വെച്ച് കൽബുർഗി യൂണിവേഴ്സിറ്റിയിൽ കക്കൂസിൽ തളിക്കുന്ന ലായനെ കീഴ്ജാതിയിലെ കറുത്ത പെൺകുട്ടിയാണ് നീ എങ്ങനെ ഇവിടെ വന്നു പഠിക്കുന്നു എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു കൂട്ടം പെൺകുട്ടികൾ അവളുടെ അന്നനാളത്തിലേക്ക്, അവളുടെ വായിലേക്ക്, ഉമിനീർ ഗ്രന്ഥിയിലേക്ക് ടോയ്ലറ്റിൽ ഒഴിക്കുന്ന ലായനെ ഒഴിച്ച് പ്രതികരിച്ചപ്പോൾ, അവളെ റാഗിങ്ങിന് വിധേയമാക്കിയപ്പോൾ അവരുടെ പാരൻസിനെ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് പോയി കണ്ടപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞത്, ഇത് യഥാർത്ഥത്തിൽ ഫാഷിസത്തിന്റെ സവർണ മേൽക്കോയ്മയുടെ ഒരു പ്രതിരൂപം മാത്രമാണ്. അതിനുവേണ്ടിയാണ് അവർ നിരന്തരം ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് മുമ്പിൽ ഇപ്പോൾ മുത്തലാഖെന്നും മുസ്ലിം സ്ത്രീ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഘോരഘോരമായി പ്രസംഗിക്കുമ്പോൾ, പക്ഷെ അവർ തന്നെ BJPയുടെയും RSSന്റെയും അനുയായികൾ ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയിലും ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുന്ന ഘാപ്പ് പഞ്ചായത്തുകളെ കുറിച്ച് ഒരക്ഷരം പോലും പറയുന്നില്ല. നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക, ഗൂഗിളിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക എന്താണ് ഘാപ്പ് പഞ്ചായത്തുകൾ എന്നത്. 2011 ഇല്ലീഗലായി സുപ്രീം കോടതി പ്രസ്താവിച്ച അവിടെ നടക്കുന്ന വിവാഹങ്ങൾ, ഞാൻ കീഴ്ജാതിയാണെങ്കിൽ എനിക്കൊരു മേൽജാതിയിൽപ്പെട്ട ഒരു മനുഷ്യനെ എന്ത് ചെയ്യാൻ പറ്റില്ല, വിവാഹം ചെയ്യാൻ നീ കഴിക്കരുത്, വിവാഹം ചെയ്യരുത് എന്ന് പറയുന്ന, മദ്യവും സ്ത്രീധനവും 18 വയസ്സായിരുന്നു മുൻപ് പെൺകുട്ടികളുടെ വിവാഹപ്രായമെങ്കിൽ ഇന്ന് 18 വയസ്സാണ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നിലനിൽക്കുന്ന ഘാപ്പ് പഞ്ചായത്തുകളെ കുറിച്ച് അവർക്കൊരു പ്രശ്നവുമില്ല. അവർ പറയുന്നത് ഇതാണ് ഭാരതീയ സംസ്കാരത്തിന്റെ മാതൃകയായി ഞങ്ങൾ കാണുന്നത് എന്നതാണ്. കൃത്യമായി ഇതിനെ മനസ്സിലാക്കുവാനും ചോദ്യം ചെയ്യുവാനും മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചർച്ച നടന്നപ്പോൾ എന്താണ് വിവാഹപ്രായം എന്നത്, മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം ആരാണ് നിശ്ചയിക്കേണ്ടത് എന്നത്, വിവാഹം എന്ന സങ്കല്പത്തിൽ ഒരു പെണ്ണിന്റെ അവകാശം എന്താണ് എന്നത്, വിവാഹത്തിന്റെ തന്റെ വരനെ സെലക്ട് ചെയ്യുന്നതിൽ, സ്വീകരിക്കുന്നതിൽ, തന്റെ വിവാഹത്തിനെ കുറിച്ച് സങ്കല്പങ്ങൾ മെയ്യുന്നതിൽ ഇസ്ലാം എന്താണ് പെണ്ണിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്, അവളുടെ നിലപാട് എന്തായിരിക്കണം എന്നതാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് തീർച്ചയായും സംഘടന കേരളീയ സമൂഹത്തിനോട് പറയുവാൻ നമ്മൾക്ക് കെൽപ്പുണ്ടായി എന്നതാണ്.
ശൈശവിവാഹം എന്ന ഒരു ഉമ്മാക്കി കാട്ടി ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രൊഫഷണൽ കലാലയങ്ങളിൽ കാണുന്ന തട്ടമിട്ട പെൺകുട്ടികളെ കുറിച്ച് ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ വെടിയേറ്റ് ക്രൂരപീഡനത്തിന് വിധേയായി എന്ന് പറയുന്ന മലാല യൂസഫ്സായി എന്ന് പറയുന്ന പെൺകുട്ടിയെ മാത്രം നിരന്തരമായി കേരളത്തിലെ കോളേജുകളിലും ക്യാമ്പസുകളിലും ഉയർത്തിപ്പിടിക്കുന്നത് എന്നതിന്റെ രാഷ്ട്രീയം കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് തീർച്ചയായും GIO ഓരോ സമയത്തും ഇവിടെയുള്ള സെക്യുലർ ലിബറൽ പാർട്ടികളോട്, ഇവിടെയുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നാണ്. നമുക്കറിയാം, ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട് ധാരാളം സമരങ്ങൾ സംഘടനയുടെ കീഴിൽ നടക്കുകയുണ്ടായി. നീ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് കയറേണ്ടതില്ല, അഥവാ പ്രവേശിക്കുന്നുവെങ്കിൽ ഓരോ ദിവസവും 5 രൂപ ഫൈൻ അടക്കണമെന്നത്, അവിടെയുള്ള അസംബ്ലികളിൽ എന്നും യൂണിഫോം ധരിക്കാതെ വരുന്ന കുട്ടികളുടെ കൂടെ എന്നും തലകുനിച്ച് പിടിച്ചുകൊണ്ട് മാത്രം നീ ശിരോവസ്ത്രം ധരിച്ചു തട്ടമിട്ടു എന്ന ഒരു കാരണത്താൽ കൊണ്ട് തന്നെ ഇവിടെ മാറി നിൽക്കണം, അസംബ്ലിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ സംഘടന എന്നും ചോദ്യം ചെയ്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 2013 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ, അതിനുശേഷം നിർമ്മല സ്കൂളിൽ, എറണാകുളത്ത് വെച്ച് നടന്ന നിർമ്മല സ്കൂളിൽ, അതിനുശേഷം നമുക്കറിയാം 2015 ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ശിരോവസ്ത്ര നിരോധത്തിലും കേസ് ഫയൽ ചെയ്തുകൊണ്ട് ഒന്നാം കക്ഷിയായി GIO ഒന്നാം കക്ഷിയായിക്കൊണ്ട് കേസ് ഹർജി ഫയൽ ചെയ്യുകയുണ്ടായി. ശിരോവസ്ത്രം എന്ന് പറയുന്നത് എൻ്റെ ബുദ്ധിയെയോ എൻ്റെ നിലപാടിനെയോ എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയോ മറച്ചുവെക്കുന്ന ഒന്നല്ല എന്നതും, ഇതെന്റെ ഇഷ്ടവും ഞാൻ എൻ്റെ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന ഒന്നാണ് ഹിജാബ് എന്ന് പറയുവാൻ കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥിനികൾ തയ്യാറായി എന്നത് തീർച്ചയായും ഇസ്ലാമിക പ്രസ്ഥാനം ഒരു സമയത്ത് 32 വർഷത്തിനു മുമ്പ് ഇവിടെ ഉണ്ടാക്കിയ GIO എന്ന സംഘടനയുടെ ഒരു ഫലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പ്രൊഫഷണൽ കലാലയങ്ങളിൽ ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് എങ്കിൽ, കലാ സാംസ്കാരിക രംഗത്ത് മികച്ച പ്രകടനങ്ങൾ അവർ കാഴ്ചവെക്കുന്നുണ്ട് എങ്കിൽ, എഴുത്തിന്റെ മേഖലകളിലോ അഭിപ്രായ പ്രകടനത്തിന്റെയോ കാര്യത്തിലോ ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നമുക്ക് പറയുവാൻ സാധിക്കും, നമ്മുടെ മുൻഗാമികൾ ഇവിടെ പണിതതിന്റെ ഫലമാണ് ഇവിടെയുള്ള പെൺകുട്ടികൾ കൊയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയുവാൻ സാധിക്കും. ഇവിടെയാണ് എന്തിനു വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന ഒരു ചോദ്യം ഉയർന്നു വരുന്നത്. പെണ്ണെ, നീ മിണ്ടേണ്ടതില്ല, നിന്റെ ശബ്ദം ഹറാമാണെന്ന് ഇന്നും ഒരു കൂട്ടം ആളുകൾ പറയുന്നുണ്ടെങ്കിൽ, മറുവശത്ത് നീ ഇപ്പോൾ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആദർശ വിശ്വാസങ്ങൾ നിന്നിലെ അഭിമാന ബോധത്തെ തളർത്തുകയാണ് ചെയ്യുന്നത് എന്ന് ഫാഷിസ്റ്റ് ശക്തികൾ ഒരു വശത്ത് പറയുന്നുണ്ട് എങ്കിൽ, മറുവശത്ത് നീ ശിരോവസ്ത്രം അഴിച്ചു വയ്ക്കുകയും ഒരു ജീൻസിന്റെയും ഒരു ബനിയനും നീ ധരിച്ചാൽ ഏത് പുരോഗമന പ്രസ്ഥാനത്തിലും ഏത് പുരോഗമന സദസ്സുകളിൽ നിനക്ക് ഒരു മുസ്ലിം പെണ്ണെന്ന നിലയിൽ തന്നെ ഐഡന്റിറ്റി കിട്ടും. എന്തിനാണോ നീ ഒരു പഴഞ്ച വസ്ത്രം ധരിക്കുന്നത് അല്ലേ? എന്നോട് തന്നെ പ്രമുഖ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫെമിനിസ്റ്റ് കൂട്ടായ്മയിലേക്ക് ഒരിക്കൽ പോയപ്പോഴേ അവർ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, ആദ്യം കണ്ട ഫസ്റ്റ് മൊമെന്റിൽ അവർ ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് ഇടങ്ങേറാവുന്നില്ല എന്നതാണ്. സുഹൃത്തെ, നമുക്കിവിടെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, സ്ത്രീയുടെ പുരോഗമനവുമായി ബന്ധപ്പെട്ട്, അവർക്ക് നൽകേണ്ടുന്ന അവകാശങ്ങളുമായി ബന്ധപ്പെട്ട്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് എൻ്റെ വസ്ത്രത്തിലേക്ക് മാത്രം നോക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ വസ്ത്രത്തിലേക്ക് നോക്കി എൻ്റെ ഇസ്ലാമിലെ സ്വാതന്ത്ര്യത്തെ ഒന്നാമതായി തന്നെ അളന്ന് തിട്ടപ്പെടുത്തുവാൻ സാധിക്കുന്നത് എന്ന ഒരു ചോദ്യം നിരന്തരമായി കേരളത്തിലെ പൊതുജനത്തോട്, പൊതുസമൂഹത്തോട് GIO ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉയർത്തുന്ന എല്ലാവിധ അടിസ്ഥാന ആവശ്യവാദങ്ങൾക്കും പിന്നിൽ ഒരു തത്വശാസ്ത്രമുണ്ട് എന്നത് യുക്തിഭദ്രവും മനുഷ്യനെ മനസ്സിലാക്കിക്കൊണ്ടും അള്ളാഹു നിർമ്മിച്ച ഒരു പ്രകൃതിക്കിണങ്ങുന്ന ചില നീതിശാസ്ത്രങ്ങൾ ഇവിടെ നടപ്പിലാകേണ്ടതുണ്ടെന്ന് GIO മനസ്സിലാക്കുന്നുണ്ട്. പെണ്ണ് എന്താണ് തൻ്റെ ധർമ്മമെന്ന് മനസ്സിലാക്കി ജീവിക്കേണ്ടതുണ്ട്. അതേ സമയത്ത് ആണ് മനസ്സിലാക്കണം, അവൾ എൻ്റെ അടിമയല്ല. ഒരു മനുഷ്യനെയും ഒരു സൃഷ്ടിയെയും അള്ളാഹു വേറൊരു സൃഷ്ടിയുടെ അടിമയാക്കിയിട്ട് ഇവിടെ പടച്ചിട്ടില്ല, ഒരു സൃഷ്ടിച്ചിട്ടില്ല. മറിച്ച് എല്ലാവരും സ്വതന്ത്രരായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്ന ആഹ്വാനമാണ് നമ്മളെ ഇവിടെ അഭിമാനപൂർവ്വം നിൽക്കുവാൻ ഇപ്പോഴും പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെ അതിന് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് മുമ്പിൽ ജീവിച്ച
നമ്മൾ ഇന്ന് മനുഷ്യാവകാശ ദിനത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് പല വേദികളും പലരും മനുഷ്യാവകാശത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ കൊടിഞ്ഞിയിലെ ഫൈസൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ താൻ ഒരു വിശ്വാസ ആദർശത്തെ, ഇതാണ് എൻ്റെ വിശ്വാസ ആദർശം എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിലാണ് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത്. അവരുടെ ഉമ്മയെ കാണാൻ പോയപ്പോഴേ, അവരുടെ ഭാര്യയെ സന്ദർശിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, എന്തിനാണത്? ഒരു മനുഷ്യന് താൻ ഇഷ്ടപ്പെടുന്ന മതം ഇതാണെന്ന് പറയുവാൻ പോലും ഈ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സമകാലിക സാമൂഹിക സാഹചര്യത്തിൽ അതിന് സമ്മതമില്ല എങ്കിൽ, അവൻ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു എങ്കിൽ, ഇവിടെ എന്ത് ജനാധിപത്യത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്ത് മതേതരത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്ത് മനുഷ്യാവകാശത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എവിടെയാണ് എൻ്റെ മകൻ നജീബി എന്ന് 55 ദിവസങ്ങളായി ഒരു ഉമ്മ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? എവിടെയാണ് എൻ്റെ മകൻ നജീബ്? രാഷ്ട്രീയത്തിനോ ഇവരിരിക്കുന്ന കർത്താക്കൾക്കോ നിയമപാലകർക്കോ അവിടെയുള്ള കോളേജ് അധികൃതർക്കോ മറുപടിയില്ല. എവിടെയാണ് ഒരു വിദ്യാർത്ഥി? എവിടെയാണുള്ളത്? പക്ഷെ അവർക്ക് മറുപടി ചില കാര്യങ്ങളിൽ മാത്രമാണ്. നമുക്കറിയാം അല്ലേ, ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹിക സാഹചര്യത്തിൽ അവർ എന്നിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സ്ത്രീയെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും തീവ്രവാദികളെ കുറിച്ചും മാവോവാദികളെ കുറിച്ചുമാണ്. അവരെയാണ് നിരന്തരമായി അവർ അടിച്ചമർത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് നമുക്ക് മാതൃകകൾ സൃഷ്ടിച്ചെടുക്കുവാൻ തീർച്ചയായും മറ്റു പല ചരിത്രരേഖകളിലേക്കും പോവേണ്ടതില്ല. വിവാഹവുമായി ബന്ധപ്പെട്ട് 8ഓളം വിവാഹ രീതികളാണ്, മോചന രീതികളാണ് ഉള്ളത് എന്നത്. നിങ്ങളിൽ എത്ര പേരാണ് ഇസ്ലാമിലെ 8ഓളം വിവാഹമോചന രീതികളെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത് എന്നത്? ഒരു പ്രമുഖനായ ഒരു പ്രാസംഗികൻ ഈ അടുത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു വേറെ RSSകാരനായ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ത്വലാഖ് മുത്തലാഖ് എന്താണിത്, മുസ്ലിം സ്ത്രീയെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് ഒരു സിമ്പിൾ ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, സഹോദര, താങ്കൾക്ക് എന്താണ് ത്വലാഖ് എന്നതിനെ കുറിച്ച് അറിയാമോ? താങ്കൾക്ക് എന്താണ് മുത്തലാഖ് എന്നതിനെ കുറിച്ച് അറിയാമോ? ഇസ്ലാമിലെ വിവാഹമോചന രീതികളെ കുറിച്ച് താങ്കൾക്ക് അറിയാമോ? നമ്മളിൽ എത്ര പേർക്കാണ് തുടങ്ങിയ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ ഹിക്മത്തിനും മനുഷ്യന്റെ പ്രകൃതിക്കും സാഹചര്യത്തിനും അനുസരിച്ച് വ്യത്യസ്ത തലത്തിൽ ഇവിടെ നമുക്ക് പഠിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണമെന്ന് പറഞ്ഞ ഈ വിവാഹമോചന രീതികളെ കുറിച്ച് നമ്മളിൽ എത്ര പേർക്കാണ് അറിയുക? തലാഖിനെ കുറിച്ചും മുത്തലാഖിനെ കുറിച്ചും ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകൾ ഹുൽഇനെ കുറിച്ചും ഫസ്കിനെ കുറിച്ചും നിങ്ങൾ എന്താണ് നിശബ്ദത പാലിക്കുന്നത് എന്ന് ചോദിക്കാൻ നമ്മളിൽ എത്ര പേർക്കാണ് ആർജവമുള്ളത്? ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇസ്ലാമിനെ തന്നെയാണ്. ഇസ്ലാമിന്റെ സംസ്കാരത്തെ കുറിച്ചാണ് തീർച്ചയായും നമ്മൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കേണ്ടത്. അത് നമ്മുടെ സഹോദരന്മാർക്കും സഹോദര സംഘടനകൾക്കും നമുക്ക് ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരന്മാർക്കും പഠിപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ ആർജവം കാണിക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്വം ഒരുപാട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സൂറത്തുൽ മുജാദല എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ മുജാദല എന്നാണ്. എന്താണ് മുജാദല എന്ന പദത്തിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ഇവിടെ മതപൗരത്വം ചിലപ്പോൾ ചില സമയത്ത് നിശബ്ദമായി നിൽക്കും. മുജാദല എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്നവൾ എന്നാണ് അർത്ഥം. തർക്കിക്കുന്നവൾ എന്ന ഒരു പേരിൽ എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന് പേര് വന്നത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? തർക്കിക്കുന്നവൾ എന്നൊരു സൂറത്തിന്റെ പേര് എങ്ങനെയാ പറയുക? അതിന്റെ ആദ്യ ആയത്ത് ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലദീന തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകി ഇലല്ലാഹ്. എങ്ങനെയാണത് വരിക? അല്ലാഹു കേൾക്കുന്നുണ്ട്, അവൾ ഒരു പെണ്ണിന്റെ ശബ്ദം അല്ലാഹു കേൾക്കുന്നുണ്ട്. ആ പെണ്ണ് നിന്നോട് തർക്കിക്കുന്ന, അവളുടെ ഇണയുടെ കാര്യത്തിൽ നിന്നോട് തർക്കിക്കുന്നതും അല്ലാഹു കേൾക്കുന്നു. തഷ്തകി ഇലല്ലാഹ്, അവൾ അല്ലാഹുവിലേക്ക് മുഴുവൻ പരാതികളും ആവലാതികളും ബോധിപ്പിക്കുകയാണ് എന്ന അല്ലാഹുവിന്റെ ഖുർആൻ വചനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു മുസ്ലിം സ്ത്രീയുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ശബ്ദത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നതാണ് ഇസ്ലാം. ഇവിടെയാണോ നിങ്ങൾ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്? ഇവിടെയാണോ പെൺശബ്ദത്തെയും സ്ത്രീ പ്രതിരോധത്തെയും സംബന്ധിച്ച് ഇസ്ലാമിനെ നിങ്ങൾ പ്രതിരോധത്തിൽ നിർത്തുന്നത്? ആസിയ ബീവിയുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ?
ആദ്യത്തെ രക്തസാക്ഷി ഇവിടെ ജനിച്ചു വീഴുന്ന സകല വിശ്വാസികൾക്ക് മാതൃകയായിട്ട് അള്ളാഹു പറഞ്ഞ സ്ത്രീയാണ് ആര്? ആസിയ ബീവി. അവർ നടത്തിയ ഒരു പ്രാർത്ഥന, അവർ സ്വീകരിച്ച ഒരു നിലപാട് എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഇവിടെ നടക്കുന്ന ഏത് ലീഡറിന്റെ, ഏത് രാഷ്ട്രീയ നേതാവിന്റെ, ഏത് ഭരണാധികാരിയുടെ, ഏത് രാജാവിന്റെ ഭാര്യക്കാണ് ഈ ഒരു ആദർശത്തെ, നിലപാടിനെ ഉച്ചസ്ഥിരം പ്രഖ്യാപിക്കുവാൻ സാധിക്കുക എന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നന്നാവും. റബ്ബിബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി എന്നതാണ് ആസിയ ബീവിയുടെ പ്രാർത്ഥന. അല്ലാഹുവേ, ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായ സകല കിങ്കരന്മാരെയും ജനങ്ങളെയും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി അടിച്ചമർത്തി ഭരിക്കുന്ന ഏകാധിപതിയായ ഈ ഭരണാധികാരിയുടെ പ്രവർത്തനത്തിൽ നിന്നും നീ എനിക്ക് വിടുതൽ നൽകണമേ നാഥ എന്ന് പറഞ്ഞ ഏത് സ്വേച്ഛാധിപത്യ ഭരണാധികാരിയുടെ മുഖത്തു നിന്ന് ശബ്ദമുയർത്തിയ ആസിയ ബീവിയാണ് നമുക്ക് മാതൃക. നമുക്കറിയാമല്ലോ അല്ലെ, നമ്മുടെ ഏകാധിപത്യത്തിന്റെ എല്ലാവിധ അടയാളങ്ങളുമുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാര്യ അവരെന്താണെന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അവർ ശൈശവ വിവാഹത്തെ കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വിവാഹം മൂലം തനിക്ക് നിഷേധിക്കപ്പെട്ട അവകാശത്തെ കുറിച്ചാണോ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ഭരണഘടന അവർക്ക് നൽകുന്ന സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണോ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എങ്കിൽ നമുക്ക് മുമ്പുള്ള മാതൃക, നമ്മളിൽ ഊർജവും ആവേശവും പകരുന്ന മാതൃക എന്താണ് എന്നത് ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിച്ചു കൊടുക്കുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് മനുഷ്യാവകാശ ദിനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ താൻ ആദർശിച്ചു ഉറച്ചു വിശ്വസിച്ച് പ്രവർത്തിക്കണമെന്നും അള്ളാഹുവിന്റെ ദീനിനെയാണ് മറ്റെന്തിനേക്കാളും ഞാൻ പ്രാധാന്യം നൽകുന്നുവെന്ന് പറഞ്ഞ ഒരു അടിമയായ, കാപ്പിരിയായ, കറുത്തവളയായ ഒരു സ്ത്രീയാണ് ആദ്യത്തെ ഇസ്ലാമിലെ രക്തസാക്ഷി എന്ന് മനസ്സിലാക്കുമ്പോൾ, സുമയ്യ എന്ന് പറയുന്ന അടിമ സ്ത്രീയാണ് കാപ്പിരിയായ, കറുത്തവളായ, അടിമയായ സുമയ്യ എന്ന് പറയുന്ന സ്ത്രീയാണ് ആദ്യത്തെ രക്തസാക്ഷി എന്ന് മനസ്സിലാക്കുമ്പോൾ എവിടെയാണ് എനിക്ക് അടങ്ങിയിരിക്കുവാൻ സാധിക്കുക? നേരത്തെ MK മുഹമ്മദ് അലി സാഹിബ് സൂചിപ്പിച്ചു, എവിടെയാണ് എനിക്ക് ധിക്കാരിയല്ലാതെ പ്രവർത്തിക്കുവാൻ സാധിക്കുക? നീ എന്നും നിന്റെ വീടകങ്ങളിൽ ഒതുങ്ങി അടങ്ങി കഴിയുക എന്നതല്ല ഇസ്ലാമിന്റെ കർമ്മം എന്നത്. ഒരു സത്യവിശ്വാസിയുടെ ഇന്നേ ദിവസവും നാളെയും തമ്മിൽ സമമാവുകയില്ല എന്ന പ്രവാചകന്റെ അധ്യാപനം. ലാ തസിറു വാസിറതൻ വിസ്റ ഉഖറ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ ഇന്ന സഅയഹു സൗഫ യുറ സുമ്മ യുജസാഉൽ ജസാഉൽ മർഅ. ഏതൊരു മനുഷ്യന്റെ കർമ്മത്തിനും വേറൊരു മനുഷ്യന് കുറ്റം ഏറ്റെടുക്കുവാൻ സാധ്യമല്ല. ഓരോ മനുഷ്യന്റെയും കർമ്മത്തിന്റെയും അണു ഇളവ് വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ ബോധിപ്പിക്കുന്നതാണ്. അവന് ആ കർമ്മത്തിനനുസരിച്ച് കൃത്യമായ അളവും തൂക്കവും അനുസരിച്ച് നാളെ പ്രതിഫലം നൽകുമെന്ന വിശ്വാസമാണ് നമ്മളെ ഈ മാർഗത്തിൽ ഇന്നും അടിയുറപ്പിച്ചു നിർത്തുന്നത്. നാഥ, ഇന്ന് എന്റെ ദിവസത്തിൽ ഒരു മനുഷ്യനെയെങ്കിലും സന്തോഷിപ്പിക്കുവാൻ, ഒരു മനുഷ്യനെയെങ്കിലും നന്മ കാണിച്ചു കൊടുക്കുവാൻ, നന്മ ചെയ്തു കൊടുക്കുവാനുള്ള ഭാഗ്യം തന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ എന്നതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. കർമ്മം കൊണ്ട് എന്റെ ജീവിതത്തിൽ ചില അടയാളങ്ങൾ രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, സൗന്ദര്യം കൊണ്ടല്ല. ഞാൻ ധരിച്ച വസ്ത്രത്തിന്റെയോ എനിക്ക് എന്റെ മുഖത്തുള്ള മുഖക്കുരുവിന്റെ പേര് നീ മുഖം കിനിച്ചിരിക്കുക എന്ന് ഫെയർ ആൻഡ് ലവ്ലിയുടെ പരസ്യത്തിൽ പറയുമ്പോൾ അല്ലേ, നീ ഇനി മുഖം കുനിച്ചിരിക്കേണ്ടതില്ല, നീ ഇനി പ്രൊഫഷണൽ നിന്റെ വിദ്യാഭ്യാസത്തിലേക്ക്, നിന്റെ ക്യാമ്പസുകളിലേക്ക് നീ തലയുയർത്തി പിടിച്ചു നടക്കുക, കാരണം നിന്റെ മുഖത്ത് മുഖക്കുരുവില്ല. നീ ഇനി വിവാഹ കമ്പോളത്തിന്റെ മാർക്കറ്റിൽ നിനക്ക് ഫസ്റ്റ് ക്വാളിറ്റിയാണ്, കാരണം നീ വെളുത്തിരിക്കുന്നു, നിന്റെ മുഖം ഇപ്പോൾ നല്ല സുന്ദരമാണ്. നിനക്കൊരു ജോലി കിട്ടാൻ ഇനി ഏറെ പ്രയാസമൊന്നുമില്ല, കാരണം നീ ഫെയർ ആൻഡ് ലവ്ലിയുടെ സുന്ദര പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ ശരീരത്തിലേക്ക്, നിന്റെ അവയവത്തിലേക്ക്, നിന്റെ ചിരിയിലേക്ക്, നിന്റെ നടത്തത്തിലേക്ക്, നിന്റെ വസ്ത്രത്തിലേക്ക്, നിന്റെ മേനി മെളുപ്പിലേക്ക് നീന്തിക നിരന്തരമായി നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. പെണ്ണെന്ന് പറഞ്ഞാൽ, ശരീരം എന്ന് പറയുന്നതാണ് ഈ ലോകത്തിന് സംഭവിച്ച ഏറ്റവും എന്ന നഷ്ടം. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ ഉടലുകൾ 30 3 4 വയസ്സെന്നോ 90 വയസ്സെന്നോ പ്രായഭേദമില്ലാതെ ഇവിടെ കശാപ്പ് ചെയ്യപ്പെടുന്നത് ആ ഒരു പരസ്യവാചകത്തിന്റെ പുറകെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നീ നിന്റെ കർമ്മത്തിലേക്ക്, നിന്റെ ആത്മസംസ്കരണത്തിലേക്ക്, നിന്റെ പഠനത്തിലേക്ക്, നിന്റെ അഭിപ്രായങ്ങളിലേക്ക്, നിന്റെ പ്രതിരോധങ്ങളിലേക്ക്, നിന്റെ സമര മുദ്രാവാക്യങ്ങളിലേക്ക് നിന്റെ ഊർജത്തെയും ആയുസ്സിനെയും
നിന്റെ സമയത്തെയും നിന്റെ ചിന്തയെയും ചെലവഴിക്കണം എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ മാർഗമായി സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് അതല്ലാത്ത ഒരു ബദൽ ഇവിടെ നിലനിൽക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഒരു പെൺകൂട്ടത്തിന്റെ ഇടമായി GIOവിനെ മനസ്സിലേറ്റുവാനും നെഞ്ചേറ്റുവാനും അതിനുവേണ്ടി കർമ്മോത്സുകരായി രംഗത്തിറങ്ങുവാനും അതിന്റെ മാർഗത്തിൽ ജീവിതം അർപ്പിക്കുവാനും അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഞാൻ ചിലത് ചെയ്തിട്ടുണ്ട് നാഥ എന്ന് ആത്മാഭിമാനത്തോടുകൂടി സംസാരിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കേരളത്തിലെ 760ഓളം യൂണിറ്റുകളിൽ 10,000-ഓളം വരുന്ന അതിന്റെ അണികൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു ദീനീ വിശ്വാസത്തിന്റെ, ഈ ഒരു ആത്മബോധത്തിന്റെ പിൻബലത്തോടുകൂടി തന്നെയാണ്. തീർച്ചയായും നമുക്ക് ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. കൂരമ്പുകൾ ഇസ്ലാമിന്റെ നേരെ പതിയുന്നത് ഒന്ന് തീവ്രവാദത്തിന്റെ പേരിലാണെങ്കിൽ, ഒന്ന് മുസ്ലിം സ്ത്രീയുടെ പേരിലാണെന്ന് നമ്മൾ അറിയുക. അതിന്റെ ഇസ്സത്തിനെയും ആത്മാഭിമാനത്തെയും ഉയർത്തിപ്പിടിക്കേണ്ടത് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും പെരുത്തു സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നമ്മൾ തന്നെയാണെന്നത് ഒന്നുകൂടി യക്കീനായി ഉറപ്പിക്കുക. അതുകൊണ്ട് വിശ്രമത്തിനുള്ളതല്ല ഈ ജീവിതം എന്നത് ഒരിക്കൽ കൂടി മനസ്സോട് ഉറപ്പിച്ചു പറയുക. എന്റെ വിശ്രമം അള്ളാഹുവിന്റെ അടുക്കൽ എത്തിച്ചേർന്നാൽ മാത്രമാണെന്നതും ഈ ജീവിതം തുലോം നിശ്ചിതം വിരളവുമാണ് എന്നത്, ചെറിയ ഒരു ജീവിതത്തിൽ എനിക്കെന്ത് ചെയ്യാനാവും എന്നതാണ് നിരന്തരം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു കൊണ്ടേയിരിക്കേണ്ടത് എന്നത് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സംഘടനയുടെ 32 വർഷക്കാലത്തെക്കുറിച്ച് നിതാന്ത ജാഗ്രതയോടുകൂടി പഠിക്കുക. അതിന്റെ സമര പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഭാവിയിൽ എന്താണ് ഞാൻ ഈ സംഘടനയ്ക്ക് വേണ്ടി സ്വപ്നം കാണേണ്ടത് എന്നത് നമ്മുടെ നിഘണ്ടുവിലും അജണ്ടയിലും ഉണ്ടായിരിക്കുക. അതിന്റെ കർമ്മപദത്തിലെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ വ്യക്തി എന്ന നിലയിൽ എൻ്റെ വളർച്ച, സമൂഹം, കുടുംബം എന്ന വിശാലമായ ദേശം, രാഷ്ട്രം, അങ്ങനെ വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് നമ്മുടെ സ്വപ്നത്തെ കൊണ്ടെത്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കഴിവും പ്രാപ്തിയും തന്നെ ആരോഗ്യവും തന്നെ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം സമൂഹം ഛിന്നഭിന്നമായി പോയതിന്റെ അനന്തരഫലമാണല്ലോ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന മുഖ്യ പ്രശ്നം. മുസ്ലിം സമുദായത്തെ ഒന്നിപ്പിക്കുവാൻ എന്ത് നടപടിയാണ് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചിട്ടുള്ളത്? ജമാഅത്തെ ഇസ്ലാമി കേരള ജനറൽ സെക്രട്ടറി MK മുഹമ്മദ് അലി സാഹിബ് ഉത്തരം നൽകുന്നതായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസ്ലിം സമൂഹത്തിൻ്റെ ശൈഥില്യം എന്ന് പറയുന്നത് ഒരുപക്ഷേ മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്, സംശയമൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്, അത് സംഘടനാപരമായി തന്നെ സ്വീകരിക്കുന്ന അതിൻ്റെ ഒരു സമീപനമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ മദ്ഹബി പക്ഷപാതിത്വമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഏതെങ്കിലും ഒരു മദ്ഹബിൽ ചേർന്ന് നിൽക്കുക, ആ മദ്ഹബിൽ ചേർന്ന് നിൽക്കാത്ത ആളുകളുമായി അവരുടെ അഭിപ്രായങ്ങളുമായി കലഹിച്ചുകൊണ്ടിരിക്കുക. ആ കലഹം വെറുതെ വ്യക്തികൾ തമ്മിലുള്ള കലഹത്തിനപ്പുറത്തേക്ക് വേദികളിലേക്ക്, തെരുവുകളിലേക്ക് വരിക, അതിൻ്റെ പേര് സംഘർഷങ്ങൾ ഉണ്ടാവുക. ഒരുപക്ഷെ അടുത്ത കാലത്ത് കുറച്ചൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു കാലത്ത് കേരളീയ സമൂഹത്തിൻ്റെ മതപ്രവർത്തനം അല്ലെങ്കിൽ ദീനീ പ്രവർത്തനം എന്ന് പറഞ്ഞിരുന്നത് ഈ കർമ്മശാസ്ത്ര ഭിന്നതകളുടെ പേരിലുള്ള തർക്ക വിതർക്കങ്ങൾ ആയിരുന്നു. ഒരു കൂട്ടർ അവരുടെ പക്ഷം വെച്ചുകൊണ്ട് സംസാരിക്കും, വേറൊരു കൂട്ടർ അവർക്ക് മറുപടി പറയുന്ന പ്രഭാഷണം അടുത്ത ദിവസം സംഘടിപ്പിക്കും. ഇങ്ങനെ കേരളത്തിൻ്റെ തെരുവുകളിൽ വളരെ മോശമായ സ്വഭാവത്തിൽ മുസ്ലിം സമുദായം ആശയപരമായും ഈ ആശയപരമായ സംഘർഷത്തിൻ്റെ പേരിൽ ചിലപ്പോഴൊക്കെ കായികമായും ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചിട്ടുള്ള നിലപാട് കർമ്മശാസ്ത്രപരമായി വ്യത്യസ്ത വീക്ഷണങ്ങൾ പുലർത്താനുള്ള ഒരു ഇടം, അതിനുള്ള ഒരു വികാസം ഇസ്ലാമിനകത്തുണ്ട് എന്ന് മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരാൾ ഷാഫിയോ ഹനഫിയോ മാലിക്കിയോ ഹംബലിയോ ഏത് മദ്ഹബ് സ്വീകരിക്കുന്ന ആളായിരുന്നാലും
അയാൾക്ക് ഇസ്ലാമിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും ഒരു മദ്ഹബിനെ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു മദ്ഹബ് സ്വീകരിക്കാതെ മുമ്പോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും ഒരു പ്രത്യേക മദ്ഹബ് മാത്രം പിന്തുടരുന്ന ഒരു പ്രസ്ഥാനമല്ല. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കർമ്മശാസ്ത്ര ഭിന്നതകൾ എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മൗലികമായ പ്രശ്നമല്ല. ഒരാൾക്കൊരു അഭിപ്രായം ഉണ്ടാകാം, വേറൊരാൾക്ക് വേറൊരു അഭിപ്രായം ഉണ്ടാകാം. എല്ലാ മദ്ഹബിൻ്റെ ഇമാമുകളും അവരുടെ അഭിപ്രായങ്ങളെ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. അവരവർക്ക് അവരവരുടേതായ ന്യായമുണ്ട്. അതുകൊണ്ട് ഇന്നത് മാത്രമാണ് ശരി, ഈ കർമ്മശാസ്ത്ര പ്രശ്നങ്ങളിൽ ഇന്ന അഭിപ്രായം മാത്രമാണ് ശരി എന്ന് ശഠിക്കുകയും അതിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉന്നയിക്കുകയും അത് സമുദായത്തിനകത്ത് ശിഥിലീകരണം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ആരോഗ്യകരമല്ല എന്ന് പറയുകയും ആ നിലപാട് ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. നിലപാടില്ലാത്ത പ്രസ്ഥാനമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് പറഞ്ഞപ്പോഴും അതിൻ്റെ ഒരു വിലക്ക് മാത്രമേ നമ്മൾ പരിഗണിച്ചിട്ടുള്ളൂ. മറിച്ച് ഈ വിശാലത നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് മുസ്ലിം സമുദായത്തോട് സ്വീകരിക്കണം നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ആ തർക്കം സജീവമായി നടന്ന ഒരു കാലത്തിന് ശേഷം കേരളീയ മുസ്ലിം സമൂഹം അത്തരം തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കുറച്ചൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റേതായ ഗുണം സമുദായത്തിൽ ലഭിച്ചിട്ടുമുണ്ട്. ഇതാണൊരു സംഗതി. പ്രായോഗികമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞു തീർക്കാനുള്ള വേദികൾ മുസ്ലിം സമുദായത്തിനകത്തുണ്ടാവുക എന്നതാണ്. അത്തരം വേദികൾ മുസ്ലിം സമുദായത്തിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങളെ പരസ്പരം പറഞ്ഞ് രമ്യതയിലെത്തിക്കാനുള്ള വേദികൾ ഉണ്ടാക്കുവാനും അത്തരം വേദികളിൽ പങ്കെടുക്കുവാനും ആ വേദികളെ സജീവമാക്കി നിർത്തുവാനും ജമാഅത്തെ ഇസ്ലാമി പരമാവധി ശ്രമിച്ചു പോന്നിട്ടുണ്ട്. ഇപ്പോഴും കേരളത്തിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ ആ സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യാൻ മറ്റ് മുസ്ലിം സംഘടനകളെ പ്രേരിപ്പിക്കുന്നതും പലപ്പോഴും അതിന് നേതൃത്വം കൊടുക്കുന്ന മുൻകൈ എടുക്കുന്നതും ജമാഅത്തെ ഇസ്ലാമിയാണ്. നല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ മാസപ്പിറവി വിഷയം എന്ന് പറയുന്നത് അത് നോമ്പായിരുന്നാലും പെരുന്നാളായിരുന്നാലും ഒക്കെ കേരളത്തിലെ വലിയൊരു സാമൂഹ്യ പ്രശ്നമായിരുന്നു അടുത്ത കാലം വരെ. ഒരു കൂട്ടർ മാസപ്പിറവി ഉറപ്പിക്കും, വേറൊരു കൂട്ടർ അതല്ലെന്ന് പറയും. എന്നിട്ട് തർക്കങ്ങളുണ്ടാകും. പെരുന്നാൾ 2 ദിവസമാവും, നോമ്പ് 2 ദിവസമാവും. ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ടായിരുന്നു. കുറച്ചു കാലമായി കേരളത്തിൽ ആ പ്രശ്നമില്ല. എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സംഘടനാ നേതാക്കളെ അതത് സമയത്ത് കണ്ടുകൊണ്ടും അവരെ കൂട്ടിയിരുത്തിക്കൊണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത് തർക്കത്തിലേക്കോ പിളർപ്പിലേക്കോ ശൈഥില്യത്തിലേക്കോ പോകരുത്, അല്ലാത്ത വിധത്തിൽ അത് പരിഹരിക്കണമെന്ന് പറയുകയും എന്നിട്ട് പരസ്പരം കൂടിയാലോചിച്ച് എത്താവുന്ന ചില രമ്യതകളിൽ എത്തുകയും ചെയ്യുക എന്നതാണ് കുറച്ചു കാലമായി നടക്കുന്നത്. ഇതിന് മുൻകൈ എടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇതുപോലെ സമൂഹത്തിൻ്റെ പല തലങ്ങളിലും പ്രായോഗികമായും ആശയപരമായും സമൂഹത്തെ ശൈഥില്യത്തിലേക്ക് നയിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ജമാഅത്തെ ഇസ്ലാമി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യമായി അഭിപ്രായമുള്ള കാര്യങ്ങൾ തന്നെ അത് സാധ്യമാവുന്നത്ര പൊതുവേദികളിൽ പ്രകടിപ്പിക്കാതെ സമുദായത്തിലെ ബന്ധപ്പെട്ട വേദികളിലും മറ്റും ചർച്ചകൾക്ക് വിധേയമാക്കുക എന്ന രീതിയും ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിൽ കുറേയൊക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്, മുസ്ലിം സമൂഹത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി വിചാരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനകളായ SIU സോളിഡാരിറ്റി മുതലായവ പൊതുസ്ഥലങ്ങളിൽ പൊതുവിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരോടൊപ്പമോ അതോ ഒറ്റയ്ക്കോ സ്ത്രീകളും പങ്കുചേരുന്നതിലുള്ള വിശദീകരണം എന്താണ്? ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VP ബഷീർ സാഹിബ് ഉത്തരം നൽകുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. റുക്സാന സാഹിബയുടെ പ്രസംഗത്തിന് ശേഷവും ഇങ്ങനൊരു ചോദ്യം വേണ്ടതുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ മാതൃക സ്വീകരിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയിൽ നിന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ഇസ്ലാമിക പ്രവർത്തനം നടത്തിയത് എല്ലാ വിഭാഗത്തെയും ഒരുമിച്ച് കൂട്ടി ഒന്നിച്ചു നിർത്തിക്കൊണ്ടാണ്. പ്രവാചകൻ അതിൻ്റെ നേതാവുമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണ്, കാലഘട്ടത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയും സഹാബത്തും ജീവിച്ച മാതൃകയിലാണ് അത് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൽ വിദ്യാർത്ഥികളും
യുവജനങ്ങളും വിദ്യാർത്ഥിനികളും സ്ത്രീകളും ഒക്കെ ഒരൊറ്റ സംഘം തന്നെയാണ്. പ്രവർത്തന സൗകര്യത്തിന് വേണ്ടി അത് വ്യത്യസ്ത പേരുകളിലും വ്യത്യസ്ത ഘടനകളിലും ചേർത്ത് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിലുള്ളത് ഇസ്ലാമിക പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് വേറിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ ചെയ്യുന്ന സംവിധാനമില്ല എന്നാണ് പറഞ്ഞു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നടത്തിയ പ്രബോധന പ്രവർത്തന മാർഗങ്ങളിൽ, അവിടുത്തെ ഹിജ്റയിൽ, അവിടുത്തെ യുദ്ധങ്ങളിൽ എല്ലാം ഒന്നിച്ചു നിന്നാണ് ദീനിനു വേണ്ടി പ്രവർത്തിച്ചതെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനവും അതേ സ്വഭാവത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുക എന്നതാണ് ശരി. അതാണ് അതിൻ്റെ മാതൃകയും. അടുത്തത് VP ഷൗക്കത്ത് അലി സാഹിബ് ഉത്തരം നൽകുന്നതായിരിക്കും. ചോദ്യം ഇതാണ്: ഇസ്ലാമിൻ്റെ എതിരാളികൾ പറയുന്ന ഇസ്ലാമോഫോബിയെ നാം എന്തിന് കുറ്റം പറയണം? ബില്ലാദിനും സദ്ദാം ഹുസൈനും താലിബാനുമൊക്കെ ലോകത്ത് ഭീകരത സൃഷ്ടിച്ചത് അവരല്ലേ? സെപ്റ്റംബർ 11 ശേഷമല്ലേ ഭീകരത ഇത്രയധികം വളർന്നത്? ഇതിൻ്റെ കുറ്റം മുസ്ലിങ്ങൾക്ക് തന്നെയല്ലേ എന്നതാണ് ചോദ്യം. ആദ്യത്തെ ചോദ്യം തിരിച്ചു ചോദിക്കാനുള്ളത്, ആരാണ് യഥാർത്ഥത്തിൽ ബില്ലാദിനെ വളർത്തിയത്? ആരാണ് സദ്ദാം ഹുസൈനെ വളർത്തിയത്? ആരാണ് താലിബാനെ കൊണ്ടുവന്നത്? ബില്ലാദ് ഹുസൈൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ ബില്ലാദിൻ അമേരിക്കയും റഷ്യയും അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക വളർത്തിക്കൊണ്ടുവന്ന് നേതാവാക്കിയ ആളാണ് യഥാർത്ഥത്തിൽ ബില്ലാദിൻ. റഷ്യക്കെതിരെ അമേരിക്കയുടെ പക്ഷത്താണ് ബില്ലാദിൻ ഉണ്ടായിരുന്നത്. പിന്നീട് അമേരിക്കയും അദ്ദേഹവും തമ്മിൽ തെറ്റിയപ്പോൾ തീർച്ചയായിട്ടും അവരുടെ എതിരാളിയായിട്ടുണ്ട്. അതിന് ഇസ്ലാം കുറ്റക്കാരല്ല. ബില്ലാദിൻ അവസാനം എന്തായി എന്ന ദീനീ വശമല്ല നമ്മളിപ്പോൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. സദ്ദാം ഹുസൈൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ വലങ്കയായിരുന്നു. അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ശത്രു ഇറാനായി മാറിയപ്പോൾ ആ ഇറാഖിനെ അയൽപ്പക്ക രാജ്യത്ത് നിന്ന് ആക്രമിക്കാൻ വേണ്ടി അറബ് ലോകത്തെ കൂട്ടിക്കൊടുക്കാൻ അമേരിക്ക കണ്ടുപിടിച്ച നേതാവാണ് സദ്ദാം ഹുസൈൻ. 10 വർഷത്തോളം ഇറാഖും ഇറാനും തമ്മിലടിപ്പിച്ചു. അറബികൾ മുഴുവൻ ഇറാനെതിരെ നിന്നു. അതിൻ്റെ വലങ്കയായി CIA ഏജന്റായി പ്രവർത്തിച്ച ആളാണ് സദ്ദാം ഹുസൈൻ. അദ്ദേഹം പിന്നെ ജീവിതം തിരുത്തിയോ എന്നത് വേറെ ഒരു കാര്യമാണ്. താലിബാൻ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നത് പത്രക്കാർ എഴുതിയതുപോലെ, അനലിസ്റ്റുകൾ പറഞ്ഞതുപോലെ അമേരിക്കയുടെ മണ്ണിനടിയിലുള്ള ഒരുപാട് വിഭവങ്ങൾ ചോർത്തിക്കൊണ്ടുപോകാൻ, ഭൂമിക്കടിയിലൂടെ കൊണ്ടുപോകുവാൻ തങ്ങൾക്ക് പറ്റിയ ഒരു സർക്കാരിനെ താലിബാൻ അഥവാ വിദ്യാർത്ഥികളെ അമേരിക്ക തന്നെയാണ് കൊണ്ടുവന്ന് അവിടെ പാവ സർക്കാരായി പ്രതിഷ്ഠിച്ചത്. പക്ഷേ താലിബാൻ അമേരിക്കയോട് തെറ്റിയപ്പോൾ അവർ താലിബാനോടും തെറ്റി എന്നതാണ് സത്യം. ഈ പറയുന്ന 3 കക്ഷികളുടെ വിഷയത്തിലും ഇസ്ലാമിന് സത്യത്തിൽ ബന്ധം ഇല്ല. അതോടൊപ്പം സെപ്റ്റംബർ 11 ഉണ്ടായിരിക്കുന്നതും ഉണ്ടാക്കിയതും ആരാണ് എന്നത് ഇന്നുവരെ മറുപടി കിട്ടാത്ത ഒരു ചോദ്യമാണ്. ഈ സംഭവം നടന്ന ഉടനെ തന്നെ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ IPH മലയാളത്തിൽ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 11 പിന്നിൽ അമേരിക്ക എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഈ മാന്തുന്ന മൊബൈൽ വന്നതിന് ശേഷം നമ്മൾ പുസ്തകങ്ങൾ വായിക്കാത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളും അറിയാതെ പോകുന്നത്. ഏതായിരുന്നാലും 2500ഓളം യഹൂദികൾ ജോലി ചെയ്ത സെപ്റ്റംബർ 11 തകർത്ത ഇരട്ട ഗോപുരത്തിൽ തകർക്കപ്പെട്ട ദിവസം 2500 യഹൂദികൾ ഒറ്റയ്ക്കെങ്ങനെ ഒറ്റ ദിവസം ലീവ് എടുത്തു എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. അപ്പോൾ ആരോ ഇതിൽ കളിച്ചിട്ടുണ്ട്. അതോടൊപ്പം അമേരിക്കക്കാർ തന്നെ ചോദിക്കുന്ന ചോദ്യം, സദ്ദാം ഹുസൈനോ അല്ലെങ്കിൽ ബില്ലാദിനോ ഒറ്റയ്ക്ക് നടപ്പാക്കാൻ കഴിയുന്ന കാര്യമാണോ ഇതെന്ന് ചോദ്യം സ്വാഭാവികമായും ഏറ്റവും വലിയ വിഷയമാണ് ഇസ്ലാമിൻ്റെ ഭീകരത. ഇസ്ലാം അതിൻ്റെ പേര് തന്നെ സമാധാനം എന്നാണ്. മുസ്ലിങ്ങൾ കണ്ടുമുട്ടിയാൽ പരസ്പരം പറയുന്നത് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ എന്നാണ്. നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുമ്പം പറയുന്നത് വലത്തുള്ള ആളോടും ഇടത്തുള്ള ആളോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്നാണ്. അപ്പോൾ ഇസ്ലാം ഖുർആൻ പറയുന്നത് ഒരാളെ നിങ്ങൾ അന്യായമായി കൊന്നു കഴിഞ്ഞാൽ അത് ലോക മനുഷ്യരെ മുഴുവനും കൊന്നുപോലെയാണ് എന്ന കാര്യമാണ്. അപ്പോൾ ലോകത്ത് ഇസ്ലാം സമാധാനത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത്. സ്വാഭാവികമായി ഈ ഒരു ചോദ്യം ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെയും ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. അവരാണ് ഭീകരവാദികൾ, തീവ്രവാദത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ മൗദൂദി സാഹിബാണ് എന്നൊക്കെ രൂപത്തിൽ ജമാഅത്തിന്റെ സാഹിത്യത്തിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2 പ്രാവശ്യം ജമാഅത്തെ ഇസ്ലാമി നിരോധം ഏറ്റുവാങ്ങിയപ്പോൾ സുപ്രീം കോടതി ജമാഅത്തെ ഇസ്ലാമിയുടെ സർവ്വ പുസ്തകങ്ങളും വായിച്ചിട്ട് പറഞ്ഞു ഇവരെ നിരോധിക്കേണ്ട ഒരു സംഘടനയല്ല.
അതിൽ കുഴപ്പമുള്ള ചിന്തകളില്ല. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം നമ്മുടെ എല്ലാം ദൈവമാണ്. ഈ ഭൂമി അള്ളാഹുവിൻ്റെതാണ്, ഈ പ്രവാചകൻ നിങ്ങളുടേതാണ്, ഇസ്ലാം നിങ്ങളുടേതാണ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും ഒരു വർഗീയവാദിയോ ഭീകരവാദിയോ ആവുകയില്ല. ഗാന്ധിജി ജമാഅത്തെ ഇസ്ലാമിയുടെ യോഗത്തിൽ പങ്കെടുത്തു, വളരെ നല്ല അഭിപ്രായം രേഖപ്പെടുത്തി. ഇനിയും എന്നെ അവർ വിളിച്ചാൽ ഞാൻ പോകുമെന്ന് രാഷ്ട്രപിതാവായ ഗാന്ധിജി പറഞ്ഞ ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. 70-ലധികം വർഷമായി സ്വതന്ത്ര ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഈ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഭീകരവാദമോ ഒരു തീവ്രവാദമോ ആളെ കൊന്നതോ വെട്ടിയതോ പരിക്കേൽപ്പിച്ചതോ ആയ ഒരു കേസും ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരനെ കുറിച്ചില്ല. ആ നിലയ്ക്ക് ജമാഅത്തെ ഇസ്ലാമി സമാധാനപൂർണ്ണ സംഘടനയാണ്. ഭീകരതയെ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതോടൊപ്പം ഇസ്ലാമോഫോബിയ വളരെ ബോധപൂർവം സാമ്രാജ്യത്വ ശക്തികൾ മെനഞ്ഞെടുത്തിട്ടുള്ള ഒരു യുദ്ധമാണ്. അതാണ് ഇപ്പോൾ ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനെ ശക്തമായി അവരുടെ കോർട്ടിലേക്ക് തന്നെ ഇട്ടുകൊടുത്തുകൊണ്ട് മറുപടിയും നിങ്ങൾ തന്നെ പറയണമെന്ന ചങ്കൂറ്റമാണ് ക്യാമ്പസുകളിൽ GIO നടത്തേണ്ടത്. അസ്സലാമു അലൈക്കും. ഗൃഹഭരണം സ്ത്രീക്കാണെന്ന് പറയുമ്പോൾ അവൾ പുറം ജോലിക്ക് പോയി സമ്പാദിക്കൽ അവളുടെ ബാധ്യതയാണോ? GIO കേരള പ്രസിഡന്റ് റുക്സാന സാഹിബ സംസാരിക്കുന്നതായിരിക്കും. ഒറ്റയടിക്ക് ഉത്തരം പറയുകയാണെങ്കിൽ ഗൃഹഭരണം സ്ത്രീക്കാണെന്ന് പറയുമ്പോൾ അവൾ പുറം ജോലിക്ക് പോയി സമ്പാദിക്കൽ ബാധ്യതയാണോ? അല്ല. ഇസ്ലാമിൽ സാമ്പത്തികമായ ബാധ്യത പുരുഷന് മാത്രമാണ്. വീട്, അല്ലെ, ഭക്ഷണം, വസ്ത്രം, ഗൃഹം, കുട്ടികളുടെ സംരക്ഷണം, മാതാപിതാക്കളുടെ സംരക്ഷണം, ഇന്നാത്തി തുടങ്ങിയ സാധനങ്ങളൊക്കെയും സാമ്പത്തികമായ കൈകാര്യകർത്തൃത്വം പുരുഷനാണ് ഉള്ളത്. സ്ത്രീക്ക് ബാധ്യതയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളിങ്ങനെ ജോലിക്ക്, അല്ലെങ്കിൽ പെണ്ണ് പഠിച്ചു പെണ്ണ് ജോലിക്ക് പോകണ്ടേ, അല്ലെങ്കിൽ സ്വാഭാവികമായും അവളുടെ സാമൂഹികമായ ഒരു സേവനം ഇല്ലല്ലോ. പെണ്ണ് ഒരുപാട് പഠിക്കുന്നുണ്ട്, അവൾ സേവന മാർഗത്തിലില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് വേണം ഒന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മുടെ ഫെമിനിസ്റ്റുകളായ, അങ്ങനെയാണ്, സ്ത്രീ ശാക്തീകരണവാദികളായ ആളുകൾ തന്നെ ചിലപ്പോൾ പറയുക എനിക്കൊന്ന് വീട്ടിലിരിക്കണം എന്നായിരിക്കാം. കാരണം ക്ഷീണിക്കുന്നു എന്ന് തോന്നുമ്പോൾ, എനിക്ക് വീട്ടിലിരിക്കണം, കുറച്ച് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നുമ്പോൾ, ശരി, നിന്റെ ഇഷ്ടം, നീ റെസ്റ്റ് എടുക്കുക എന്നതാണ് ഇസ്ലാം പറയുന്നത്. അതല്ലാതെ കുടുംബഭാരം ഏറെയുണ്ട്, ഒരു വീടെടുക്കണമെങ്കിൽ ഒരുപാട് പണം ആവശ്യമുണ്ട്, മക്കളെ പഠിപ്പിക്കുക എന്നത് തന്നെ വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ്. അതുകൊണ്ട് പെണ്ണെ നീ പണിക്ക് പോവണമെന്ന് ഒരു സത്യവിശ്വാസിക്കും തൻ്റെ ഭാര്യയോടോ സഹോദരിയോടോ പറയുവാനുള്ള അവകാശം ഇല്ല തന്നെ. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിലവിൽ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ധാരാളമായി ചർച്ച നടക്കുന്നുണ്ടല്ലേ. പെണ്ണിന് 1 ആണിന് 2 ആണിനുള്ളതിൻ്റെ പകുതിയാണ് പെണ്ണിന് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും എന്ത്, എന്താപ്പോ കഥ ശരി തന്നെയല്ലേ? ആണിന് 2 പെണ്ണിന് 1. സ്വാഭാവികമായും ഒരു യുക്തിയോട് ചിന്തിക്കുന്ന മനുഷ്യനെ ഇത് അനീതിയായി തോന്നിയേക്കാം. പക്ഷേ ഒരു കുഞ്ഞു സാധനം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു വീട്ടിലൊരു ഉമ്മ എന്ത് ചെയ്തു? തൻ്റെ മകനെയും മകളെയും എവിടെ അയച്ചു? കടയിലേക്ക് അയച്ചു. എന്നിട്ട് മോൻ്റെ കയ്യിൽ 1000 രൂപ കൊടുത്ത്, മോളുടെ കയ്യിൽ 500 രൂപയും കൊടുത്ത്, മോനോട് പറഞ്ഞു, മോനെ 1000 രൂപ കൊണ്ട് നീ ഈ വീട്ടിലെ അരി, പഞ്ചസാര, ഉപ്പ്, കടുക്, കർപ്പൂരം, സാധാരണ സാധനങ്ങൾ നീ എന്ത് ചെയ്യണം? വാങ്ങണം നിന്റെ 1000 രൂപ കൊണ്ട്. ഈ 1000 രൂപ കൊണ്ട് നിനക്കിഷ്ടമുള്ള, നിന്റെ വ്യക്തിപരമായി ഉപയോഗിക്കാവുന്ന ചില സാധനങ്ങളും നിനക്കെന്ത് ചെയ്യാം? വാങ്ങാം. പക്ഷേ നീ എന്ത് വാങ്ങുന്നുവോ അത് ആർക്ക് കൊടുക്കണം? വാങ്ങിക്കൊടുക്കണം. നിന്റെ കൂടെ വരുന്ന നിന്റെ സഹോദരിക്കും വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു. മോളോട് പറഞ്ഞു, മോളെ കയ്യിൽ 500 രൂപ കൊടുത്തു പറഞ്ഞു, മോളെ നീ ഇതിനെ കൊണ്ട് എന്ത് ചെയ്യാം? നിനക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാം. ബ്രാക്കറ്റിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ഒഴികെയുള്ള നിനക്ക് എന്ത് തോന്നുന്നുവോ അതൊക്കെയും നിനക്ക് എന്ത് ചെയ്യാം? വാങ്ങാം. ബ്രാക്കറ്റ് ഉണ്ട് അവിടെ കേട്ടോ. എന്നിട്ട് പറഞ്ഞെന്ത്? അഥവാ നീ ഇത് സൂക്ഷിച്ചു വെക്കുവാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിനക്ക് നിന്റെ സഹോദരനെ ഇതുകൊണ്ട് സഹായിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, എന്തും നിന്റെ ചോയ്സ് നിനക്ക് ചെയ്യാം. എന്താ പറയാ നമ്മള്? എന്തൊരു ക്രൂരയായ അമ്മയാണിതല്ലേ. ഈ ഉമ്മക്കെന്താ
അത്രമാത്രം പാവ ആൺകുട്ടി നോക്കുക, അവൻ്റെ 1000 രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യണം, അഥവാ അവൻ വാങ്ങുന്നതും അതേപോലെ തന്നെ തൻ്റെ സഹോദരിക്കും വാങ്ങിക്കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്തുമാത്രം ക്രൂരതയാണ് ഈ ആൺകുട്ടിയോട് ചെയ്തതെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഇസ്ലാം അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് ഇതാണ് പറഞ്ഞത്. ഒരു ഭാര്യയും ഭർത്താവും ചെലവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. സാമ്പത്തികമായ ഒരു ബാധ്യതയും ഇല്ല എന്ന് മാത്രമല്ല, അത് എങ്ങനെ ചെലവഴിക്കണം എന്ന് അവളോട് കൽപ്പിക്കുവാനുള്ള അവകാശവും പിതാവിനാവട്ടെ ഭർത്താവിനാവട്ടെ സഹോദരനാവട്ടെ ഇല്ല എന്ന് പറയുമ്പോഴാണ് എന്താണ് ഇസ്ലാമിലെ അനന്തരാവകാശം, ചെലവഴിക്കൽ, സാമ്പത്തിക ബാധ്യത എന്നതുകൂടി നമ്മൾ എന്ത് ചെയ്യുക, ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ്. സമയപരിമിതി മൂലം ഒരു ചോദ്യവും കൂടെ പരിഗണിക്കുന്നുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് നസീമ ടീച്ചർ ഉത്തരം പറയും. അസ്സലാമു അലൈക്കും. എനിക്ക് കിട്ടിയ ചോദ്യം, സ്ത്രീക്ക് കുടുംബം സുരക്ഷിതമായി കൊണ്ടുപോവുക എന്ന ഉത്തരവാദിത്തമുള്ളപ്പോൾ പ്രബോധന പ്രവർത്തനം അവളുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടതുണ്ടോ? ഇതിലൂടെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് വി പി ബഷീർ സാഹിബ് പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ്. ഇത് ആരെങ്കിലും മുസ്ലിം സ്ത്രീയുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല. കുടുംബ ബാധ്യത എന്ന് പറയുന്നത് സ്ത്രീക്ക് അനിവാര്യമായ നിർബന്ധമായ ഒരു കർത്തവ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബ ബാധ്യത സ്ത്രീകളെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുടുംബ ഭരണം, അൽ മർഅതു റായത്തുൻ ലിബൈതി സൗജിഹാ വ മാലിഹി, സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീടിൻ്റെയും അദ്ദേഹത്തിൻ്റെ ധനത്തിൻ്റെയും ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബാന്തരീക്ഷം ഭരിക്കേണ്ട ചുമതല സ്ത്രീയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം എന്ന ഉത്തരവാദിത്വം സ്ത്രീകളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു മതസംഘടനയോ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ല. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ എന്ന് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസികളും വിശ്വാസിനികളും അവർ പരസ്പരം മിത്രങ്ങളാണ്, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസികളുടെയും വിശ്വാസിനികളുടെയും ഉത്തരവാദിത്തമാണ് അവിടെ അള്ളാഹുവാണ് ആ ഉത്തരവാദിത്തം സ്ത്രീകളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ എന്ന് പറയുന്നത് സ്വന്തമായി അവരവരുടെ ഖബറുകളിലേക്ക് അവരവരുടെ സ്വർഗം നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ആണ് സ്വീകരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകളോട് ഫാത്തിമ, നീ നിന്റെ സ്വർഗം നീ നേടിയെടുക്കണം എന്ന് പറഞ്ഞ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ സ്വർഗം അവനവൻ്റെ കർമ്മഫലമായി നേടിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുന്നത്, പ്രബോധന പ്രവർത്തനം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏൽപ്പിച്ച ബാധ്യതയാണ്. മാത്രവുമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള അവിടെ നിന്നിങ്ങോട്ടുള്ള ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ, അതിനപ്പുറത്തേക്കുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാലും അവിടെയൊക്കെ ഇസ്ലാമിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും യുദ്ധം മുതൽ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സ്ത്രീകൾ പങ്കാളികളായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക നമുക്ക് സാധ്യമല്ല. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നിങ്ങളോട് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് 2-3 കാര്യങ്ങൾ മാത്രമാണ്. അതിലൊന്ന്, നമുക്ക് നമ്മുടെ ജീവിതത്തെ അല്ലാഹുവിലേക്ക് തിരിച്ചു നിർത്തണം എന്നതാണ്. ഇവിടെ സൂചിപ്പിച്ച കാര്യമാണ്. ഈ തെരുവിൽ അലഞ്ഞു തിരിയുന്നവരല്ല നിങ്ങൾ പ്രക്ഷോഭകാരികളാണ്. നേരത്തെ ഇവിടെ ചോദിച്ചല്ലോ, എന്താണ് വിദ്യാർത്ഥിനികളും വനിതകളുമൊക്കെ പൊതുരംഗത്ത് ഇറങ്ങുന്നത് എന്ന്. ഞാൻ പറയുന്നത്, പ്രവാചകന്റെ കാലഘട്ടത്തിൽ യുദ്ധക്കളത്തിലായിരുന്നുവെങ്കിൽ ഇന്ന് പോരാട്ടം തെരുവിലാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ട് എന്നതാണ്. അതുകൊണ്ട് തെരുവിലുള്ള പോരാട്ടത്തിന് കൂടുതൽ കരുത്തുണ്ടാകേണ്ടതുണ്ട്. ആ കരുത്ത് ഇസ്ലാമിക പ്രവർത്തകർ ആവാഹിച്ചെടുക്കുന്നത് അള്ളാഹുവുമായുള്ള ബന്ധത്തിലാണ്.
നമ്മുടെ വ്യക്തികളെ സംസ്കരിച്ചെടുക്കുവാനുള്ള സംവിധാനങ്ങൾ ഇസ്ലാമിക പ്രസ്ഥാനം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസദാർഢ്യതയോടുകൂടി സ്വന്തം മനസ്സിനെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കുവാൻ, അഹന്തയുടെ, അഹങ്കാരത്തിൻ്റെ, ധിക്കാരത്തിൻ്റെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ എല്ലാ വൃത്തികേടുകളിൽ നിന്നും മുക്തമാക്കിയ ഒരു മനസ്സോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു പോകുന്ന സന്ദർഭത്തെക്കുറിച്ച് നമുക്കറിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. തൊട്ടടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ധന്യമായ ഈ ജീവിതത്തെ, നശ്വരമായ ഈ ജീവിതത്തെ ധന്യമാക്കുവാൻ അള്ളാഹുവിൻ്റെ സഹായവും അവൻ്റെ കാരുണ്യവും നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നിങ്ങളെ ഈ പാതയിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിലാണ് നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ക്യാമ്പസുകൾ ദൈവനിഷേധത്തിൻ്റെ, പരലോക നിഷേധത്തിൻ്റെ അടിത്തറയിൽ കെട്ടിപ്പടുക്കപ്പെട്ട സ്ഥലങ്ങളായി, സ്ഥാപനങ്ങളായി മാറിയിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. ആ ക്യാമ്പസുകൾക്കകത്ത് വിശ്വാസദാർഢ്യതയോടുകൂടി പിടിച്ചു നിൽക്കുവാനുള്ള കരുത്ത് നിങ്ങൾ നേടിയെടുക്കുമെങ്കിൽ നിങ്ങൾക്ക് ഭയപ്പെടാനില്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കൂടെ അള്ളാഹുവിൻ്റെ മലക്കുകളുണ്ടാകുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ബോധ്യപ്പെടുത്തുന്നത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലകും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ദഊൻ. മനുഷ്യനെ കാർന്നു തിന്നുന്ന, പറിച്ചു ചീന്തുന്ന വൃത്തികെട്ട ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ച് മലായികത്തിന്റെ പിന്തുണയോടുകൂടി ജീവിത വിശുദ്ധിയോടുകൂടി നിറഞ്ഞു നിൽക്കുവാൻ സാധ്യമാവുക. ഈ മാർഗത്തിൽ മരിച്ചു വീഴുന്നുവെങ്കിൽ അത് രക്തസാക്ഷിത്വമാണെന്ന ബോധ്യത്തോടുകൂടി കൊതിച്ചുകൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ, അള്ളാഹുവിലുള്ള വിശ്വാസം ദൃഢമാക്കി മാറ്റുവാൻ, പരലോകത്ത് സ്വർഗത്തെ മുമ്പിൽ കണ്ട് ഉണരാനും ഉറങ്ങാനും കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ മാറണമെന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സഹോദരിമാരെ, നിങ്ങളെ കാത്തിരിക്കുന്നത് കുടുംബജീവിതം കൂടിയാണ് എന്നീ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. കുടുംബം എന്ന് പറയുന്നത് നിങ്ങളുടെ ചുമതലയിൽ ഏൽപ്പിക്കപ്പെട്ടിടത്തോളം അത് നിർവഹിക്കുവാനുള്ള കരുത്തും കഴിവും നിങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ പിതാവിനെ, നിങ്ങളുടെ മാതാവിനെ, നിങ്ങളുടെ കുടുംബത്തെ സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുവാൻ ആവശ്യമായ കരുത്ത് നിങ്ങൾ നേടിയെടുക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അക്കമിട്ടെണ്ണിത്തന്ന് നിങ്ങളോട് ചുമതലപ്പെടുത്തിയ ബാധ്യതകളുണ്ട്. വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഈ സന്ദർഭം അനുയോജ്യമല്ല. പക്ഷെ ഞാൻ പറയുന്നു, ഇസ്ലാമിൻ്റെ മഹോത്തരമായ ഒരു കുടുംബജീവിതം ഈ കാലഘട്ടത്തിൽ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അപഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ കുടുംബങ്ങൾക്കകത്ത് പൈശാചികതയെ കയറ്റിവിട്ട് അവിടെ വിള്ളലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിക കുടുംബജീവിതത്തെ പ്രതിനിധാനം ചെയ്യുവാനുള്ള കരുത്ത് നിങ്ങൾ നേടിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുടുംബങ്ങളെ തകർന്നു കാണാൻ കൊതിക്കുന്ന ഭൗതിക ദർശനങ്ങൾ കുടുംബത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭദ്രമായ കുടുംബജീവിതത്തിന് ആവശ്യമായ അടിത്തറ പാകിയ ഒരു ഇസ്ലാമിക വ്യവസ്ഥയിൽ ജീവിക്കുന്നവരെന്ന നിലയിൽ ആ ഇസ്ലാമിൻ്റെ മഹോന്നതമായ കുടുംബ സാഹചര്യങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ക്ഷമയോടെ, അതേപോലെ തന്നെ ഹിക്മത്തോടെ, സാമർഥ്യത്തോടെ, തന്ത്രത്തോടെ നിങ്ങൾക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്ന് രണ്ടാമതായി ഞാൻ സൂചിപ്പിക്കുകയാണ്. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകരുത് എന്നാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ഈ ലോകത്ത് ഇസ്ലാമിക വിശ്വാസ സമൂഹത്തോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒറ്റപ്പെടാൻ പാടില്ല എന്നാണ്. നിങ്ങൾ ഒരു വഴിയിൽ യാത്ര ചെയ്യുന്നുവെങ്കിൽ 3 ആളുകളുണ്ടെങ്കിൽ ഒരാളെ മുമ്പിൽ നിർത്തി ഒന്നിച്ചു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു നാട്ടിൽ 3 ആളുകൾ താമസിക്കുന്നുവെങ്കിൽ 3 ആളുകൾ ഒറ്റക്കൊറ്റക്കല്ല താമസിക്കേണ്ടുന്നത്, ഒരാളെ മുന്നിൽ നിർത്തി ഒരു അമീറിനെ നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ താമസിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒറ്റപ്പെട്ടു പോകുന്ന ആട്ടിൻകുട്ടിയെയാണ് ചെന്നായ പിടിക്കുന്നത്, മനുഷ്യരിലെ ചെന്നായയാണ് പിശാച് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ സഹോദരിമാരോട്, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടു പോകരുത് എന്നാണ്. ഇവിടെ വന്നിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് വന്ന സഹോദരിമാരോട് നിങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. നന്മയുടെ പാതയിൽ അടിയുറച്ചു നിൽക്കുവാൻ, തിന്മയുടെ പാതയിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ രക്ഷിച്ചെടുക്കുവാൻ ഇറങ്ങിപ്പെടുന്ന ഒരു സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ഒറ്റപ്പെട്ടു പോയി കൂടാത്തതാണ്. ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ചത് മുതൽ ഈ സംഘടിതമായ ഭദ്രമായ സംവിധാനത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ കഴിഞ്ഞ 75 വർഷമായി ഭദ്രമായ ഒരു പ്രസ്ഥാനമായി, ഒരു സംഘമായി, ഈ രാജ്യത്തിന്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന കരുത്തുറ്റൊരു പ്രബോധക സംഘമായി ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ തണല്, ആ ജമാഅത്തെ ഇസ്ലാമിയുടെ വെള്ളവും വളവും നിങ്ങൾക്ക് ആവോളം ആവാഹിച്ചെടുത്ത് നിങ്ങൾക്ക് സ്വയം വളർന്നു വലുതാകുന്ന നിങ്ങളുടെ മേഖലകളിൽ പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്ന ഒരു സംവിധാനമുണ്ടെന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം അള്ളാഹുവിന്റെ മാർഗത്തിൽ, നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന് കരുത്ത് പകർന്ന് ഈ ദീനിന്റെ മാർഗത്തിൽ അണിനിരന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുന്നതിൽ ഭാഗവാക്കാവുക. അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനത്തോടുകൂടി, തമോനീനത്തോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതം റബ്ബിന്റെ മാർഗത്തിലായിരുന്നു വിനിയോഗിച്ചിരുന്നത് എന്ന് മനസ്സമാധാനത്തോടുകൂടി കടന്നു പോകാൻ കഴിയും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. പിരിഞ്ഞു പോകാനല്ല, ഒരുമിച്ച് കൂടാനാണ് നിങ്ങളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ സമ്മേളനം പിരിഞ്ഞു പോവുകയല്ല, പുതിയ കൂട്ടായ്മകൾ രൂപപ്പെടുവാനുള്ള സാഹചര്യമുണ്ടാക്കുകയാണ് ചെയ്തത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, സർവാധിനാഥനായ നാഥ, ഈ കൊച്ചു സംഘത്തെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, നാളെ സ്വർഗത്തിൽ പൂമ്പാറ്റകളെ പോലെ പാറി നടക്കാൻ കഴിയുന്ന വിധം ഈ കൊച്ചു സംഘത്തെ നീ അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, നിന്റെ പ്രവാചകന്മാരുടെ, നിന്റെ അമ്പിയാക്കളുടെ, നിന്റെ മുർസലീങ്ങളുടെ, നിന്റെ ശുഹദാക്കളുടെ, സലഫുസ്സാലിഹ്ങ്ങളുടെ കാലഘട്ടത്തിലെ ഇസ്ലാമിക നവോത്ഥാന നായകന്മാരുടെ, ഇസ്ലാമിക പ്രവർത്തകരായ സഹോദരീ സഹോദരന്മാരുടെയൊക്കെ ഒപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാനുള്ള കരുത്തും കഴിവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. പടച്ചവനെ, നിന്റെ മാർഗത്തിൽ അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക നവോത്ഥാന സംരംഭങ്ങൾക്ക് നീ സഹായിക്കണേ തമ്പുരാനെ. ആ നവോത്ഥാന സംരംഭങ്ങളെ പരാജയപ്പെടുത്താനുള്ള ജൂത സാമ്രാജ്യത്വ ഗൂഢാലോചന നീ തകർക്കണേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളെ